നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ച ഈ റിങ് എവിടെ നിന്നാണ് കിട്ടിയത്? ദിയയുടെ ഹൃദയമിടിപ്പ് ഇരട്ടിയായി. ഈ റിങ് വലിയൊരു അപകടത്തിലേക്കാണ് അവളെ എത്തിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. സോറി, ഈ റിങ് ഞാൻ മോഷ്ടിച്ചതല്ല. ഞാൻ ആ രാത്രി ഹോട്ടൽ ഇംപീരിയൽ ഒരു റൂമിൽ കണ്ടപ്പോൾ എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ തരാം, പക്ഷേ ദയവായി എന്നെ ദ്രോഹിക്കരുത്. ആ റിങ് ദിയ മോഷ്ടിച്ചതല്ലേ? ആ രാത്രിയിൽ ഹോട്ടൽ ഇംപീരിയലിൽ സംഭവിച്ചത് എന്തായിരുന്നു? ദീക്ഷ റൂമിലെത്തിയത് എങ്ങനെ? ഈ റിങ്ങിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? നീ വിവാഹം കഴിഞ്ഞതുകൊണ്ട് എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. നിനക്ക് മനുഷ്യരിൽ തന്നെയുള്ള വിശ്വാസം കളയുന്ന രീതിയിൽ ഞാൻ നിന്നെ കൈകാര്യം ചെയ്യും. ദീക്ഷയ്ക്കത് കേട്ടിരിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും നാടകങ്ങൾ കാണിക്കണ്ട. നിന്റെ ഭർത്താവ് വിക്രം എനിക്ക് കോൺട്രാക്ട് തരുന്നത് വരെ നിന്റെ കാരണത്താൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീ ഒരു കാലത്തും നിന്റെ അമ്മയുടെ മുഖം കാണില്ല. അച്ഛന്റെ വാക്കുകൾ അവൾ കേട്ടു. ഇനി അച്ഛനും സ്റ്റെപ്പ് സിസ്റ്ററിനും ശേഷം അവളുടെ രണ്ടാനമ്മയുടെ ഊഴമാണ്. മോളെ, അവിടെ പോയാൽ ഞങ്ങളെ മറക്കണ്ട. നിനക്ക് ഭർത്താവിന്റെ വീടിന് എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ ഞങ്ങൾക്ക് അയക്കണം. അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം എന്താ സംഭവിക്കാന്ന് നിനക്കറിയാലോ. വിവാഹത്തിന് ശേഷം ദീക്ഷ തന്റെ ഭർത്താവ് വിക്രമിന്റെ മുറിയിലേക്ക് പോയി. അവിടെ ഇരുട്ടായിരുന്നു. വിക്രം റെഡ് ലൈറ്റിൽ കിടക്കയിൽ കിടക്കുകയായിരുന്നു. അവന്റെ മുഖം കണ്ടപ്പോൾ ദീക്ഷ ഞെട്ടി. അവന്റെ മുഖം വളരെ ഹാൻസം ആയിരുന്നു. ആളുകൾ പറഞ്ഞതിന്റെ നേരെ വിപരീതം. അവൻ കുറച്ച് പേപ്പേഴ്സ് ദീക്ഷയ്ക്ക് നൽകി. അതുകണ്ട് ദീക്ഷ അതിശയിച്ചു. നിങ്ങൾ? അതെ, ഇതാണ് എന്റെ യഥാർത്ഥ മുഖം. എനിക്കെന്റെ കാലിൽ നിൽക്കാനും കഴിയൂ. ഇതെല്ലാം നോക്കിയിട്ട് ഒപ്പുവെക്കൂ. എന്താണിത്? നമ്മുടെ വിവാഹം 100 ദിവസത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. വിവാഹ കോൺട്രാക്റ്റോ? എനിക്കൊന്നും മനസ്സിലായില്ല. അതെ, ഇതിൽ അങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നിനക്കും അറിയാം, നീ എന്നെ വിവാഹം കഴിച്ചത് പ്രണയം കൊണ്ടല്ല. ഞാനും അതുപോലെ തന്നെ. അതിനാൽ ഈ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കുന്നതിൽ നിനക്ക് പ്രയാസമുണ്ടാവേണ്ടതില്ല. കൂടാതെ ഭയപ്പെടണ്ട. കോൺട്രാക്ട് തീർന്ന ഉടൻ നിനക്ക് ബാക്കി ജീവിതം സുഖത്തോടെ ജീവിക്കാൻ ആവശ്യമുള്ള പണം ഞാൻ തരും. നീ എന്തിനാണിത് ചെയ്യുന്നത്? നിന്റെ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയില്ല. പിന്നെ നീ എന്നെക്കുറിച്ച് കേട്ടതെല്ലാം ശരിയാണ്. എന്നെ വ്യക്തിയായി മനസ്സിലാകാത്തവർ ഈ ലോകത്ത് കൂടുതൽ ദിവസം നിലനിൽക്കില്ല. ജസ്റ്റ് സൈൻ ദിസ്. നീ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണല്ലേ? അതിനൊന്നും ആവശ്യമില്ല. നിനക്ക് വേണ്ടതൊരു ഒപ്പല്ലേ? അത് ഞാൻ തരാം. പക്ഷേ ഭയന്നിട്ടല്ല, എന്റെ ഇഷ്ടപ്രകാരമാണ്. നീ പറഞ്ഞത് ശരിയാണ്. ഞാനും നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഈ ബന്ധം വന്നപ്പോൾ ഞാൻ ഓക്കെ പറയേണ്ടി വന്നു. വിവാഹം കഴിക്കേണ്ടി വന്നു. അതിന് നീ എനിക്ക് പണം നൽകേണ്ട ആവശ്യമില്ല. എന്നെ നോക്കാൻ എനിക്കറിയാം. അത് നീ നോക്കേണ്ട കാര്യമില്ല. പിറ്റേന്ന് രാവിലെ ദീക്ഷയെ വിവാഹ ചടങ്ങുകൾക്കായി വിക്രമിന്റെ അമ്മ ഇന്ദിര അവളുടെ വീട്ടിലേക്ക് അയച്ചു. ഹലോ രാഘവ്, നിന്റെ ദീക്ഷ വരുന്നുണ്ട്. ഒറ്റയ്ക്ക് ചടങ്ങുകൾ ചെയ്യാനായി. ഇത് നിനക്ക് നല്ലൊരവസരമാണ്. ദീക്ഷ മുറിയിലെത്തിയപ്പോൾ അവളുടെ കാലിനടിയിൽ ഭൂമി ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. രാഘവ്, നീ? ആരാണെന്നറിയാതെ ആരോ രാഘവിന്റെ തലയ്ക്ക് പിന്നിൽ നിന്ന് ഭയങ്കരമായി അടിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, വീൽചെയറിൽ ഇരിക്കുകയായിരുന്ന വിക്രം തന്നെയായിരുന്നു. അവൻ രാഘവിൽ നിന്ന് ദീക്ഷയെ രക്ഷപ്പെടുത്തി അവളെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ ദീക്ഷ വിക്രമിന്റെ ബെഡ്റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വിക്രമിന്റെ വിശ്വസ്തനായ മധു അവളെ തടഞ്ഞു. നീ അകത്തേക്ക് പോകരുത്. അത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. ഇനി ഒരിക്കലും അതേ മുറിയിലേക്ക് പോകാൻ പാടില്ലെന്ന് കേട്ടപ്പോൾ ദീക്ഷയുടെ കോപത്തിന് അതിരില്ലാതായി. അവൾ തടയാനാകാതെ കർശനമായ ശബ്ദത്തിൽ പറഞ്ഞു, ശരി, ഞാൻ പോകുന്നില്ല. ഇത്രയും ക്രൂരനായ അയാളുടെ കൂടെ ഒരേ മുറിയിൽ താമസിക്കാൻ എനിക്കും താല്പര്യമില്ല. പക്ഷേ ഇവിടെയല്ലെങ്കിൽ വേറെ ഏതു മുറിയിലാണ് ഞാൻ താമസിക്കുക?
ഇതിനുശേഷം മധു ദീക്ഷയെ ഒരു വലിയ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. ആ മുറി വളരെ മനോഹരമായി അലങ്കരിച്ചിരുന്നു. കൂടാതെ ദീക്ഷയുടെ മുഴുവൻ സാമഗ്രികളും അവിടെ വച്ചിരുന്നു. ദീക്ഷ തളർന്നിരുന്നതുകൊണ്ട് കുളിക്കാൻ തീരുമാനിച്ചു. അവൾ അത്താഴത്തിനായി എത്തിയപ്പോഴേക്കും വിക്രം തന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. അതേസമയം ദീക്ഷയുടെ ഫോൺ റിംഗ് ചെയ്തു. ഹലോ, നാളെ ലഞ്ച് എന്റെ വകയാക്കാം. എന്താ വിശേഷിച്ച്? ഡാ, എനിക്ക് നാട്ടിലെ കുറച്ച് ഭൂമിയുണ്ടായിരുന്നു. അത് വിറ്റ് നല്ല കാശ് കിട്ടി. നീ എന്റെ നല്ല ഫ്രണ്ടാണ്. എപ്പോ നാളത്തെ ലഞ്ച് നിന്റെ കൂടെ ആക്കാന്ന് കരുതി. ഓക്കേ, ഞാൻ വരാം. ശ്യാമിനെ വിളിക്കട്ടെ. നിനക്കെന്താ വട്ടായോ? എനിക്കല്ല, നിനക്കാണ് വട്ട്. നിനക്കറിയാലോ അവൻ എത്ര കാലമായിട്ട് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഞാൻ വിവാഹിതയാണ്. അതെനിക്കറിയാം. അത് നിന്റെ ഇഷ്ടത്തിലല്ല നടന്നതെന്നും ദിയയ്ക്ക് വന്ന ആലോചന നിന്റെ മേൽ കെട്ടിവെച്ചതാണെന്നും ഒക്കെ എനിക്കറിയാം. നോക്ക്, നീ ശ്യാമിനെ വിളിച്ചോ, പക്ഷെ ഞാൻ വരില്ല. നിങ്ങൾ രണ്ടുപേരും തന്നെ കഴിച്ചാ മതി. ഷേ, നിനക്ക് സങ്കടായോ? ശരി, ശ്യാം വേണ്ട, നീയും ഞാനും മാത്രം. നാളെ ഹൗസ് ഓഫ് ഇറ്റാലിയൻസ് 1 മണിക്ക്. ഓക്കെ ഓക്കെ, ശരി. പിറ്റേന്ന് കൃത്യം 1 മണിക്ക് ദീക്ഷ ഹൗസ് ഓഫ് ഇറ്റാലിയൻസ് എന്ന റെസ്റ്റോറന്റിലെത്തി. ശാലിനി അവളെ അവരുടെ റിസർവ് ചെയ്ത ടേബിളിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുന്നിരുന്ന പ്രണയ ജോഡികളെ കണ്ട ദീക്ഷയ്ക്ക് ദേഷ്യം വന്നു. നിങ്ങളുടെ കഴിഞ്ഞെങ്കിൽ ഒന്ന് എണീക്കൂ. ഇപ്പം ഞങ്ങൾക്ക് റിസർവേഷനുള്ള ടൈമാണ്. ഇത് കേട്ട് ആ കപ്പിൾ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു. പക്ഷേ ദീക്ഷ അവരുടെ മുഖം കണ്ടപ്പോൾ ഞെട്ടി. പ്രണവ്, നിഖില, നിങ്ങളോ? ഹാ, അതെ. എന്താ അതിൽ ഇത്ര ഞെട്ടാനുള്ളത്? ഞങ്ങൾ എല്ലാ വീക്കും ഇവിടെ വരാറുണ്ട്. പക്ഷെ നീ എങ്ങനെ ഇവിടെ വന്നത്? ഇതൊന്നും നിനക്ക് താങ്ങില്ലല്ലോ മോളെ. നിഖില ദീക്ഷയുടെ കസിനാണ്. പ്രണവ് ദീക്ഷയുടെ ആദ്യ പ്രണയവും. അവരുടെ എൻഗേജ്മെന്റിന്റെ തലേ ദിവസമാണ് ദീക്ഷ പ്രണവിനെ നിഖിലയോടൊപ്പം കണ്ടത്. അങ്ങനെ അവൾ ആ എൻഗേജ്മെന്റ് വേണ്ടെന്ന് വെച്ചു. അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ചത്. നീ സ്വന്തം നിലപാടും മര്യാദയും നോക്കിയാൽ മതി, മറ്റുള്ളവരുടേതല്ല. നിങ്ങളുടെ കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ. ദിസ് ഈസ് അവർ ടേബിൾ. ഇത് ഞങ്ങൾ റിസർവ് ചെയ്തതാണ്. മാനേജർ നിഖിലയോടും പ്രണവിനോടും ടേബിൾ ഒഴിയാൻ ആവശ്യപ്പെട്ടു. പ്രണവ് ദേഷ്യത്തോട് പറഞ്ഞു, ഞാനോ? എന്നോടാണോ നിങ്ങൾ പോകാൻ പറയുന്നത്? ഞാനിവിടെ മാസത്തിൽ 10-ലധികം തവണ വരാറുമുണ്ട്, ലക്ഷങ്ങൾ ചിലവാക്കാറുമുണ്ട്. അതൊക്കെ ഞാൻ നിർത്തണോ? അത്തരമൊരു കസ്റ്റമറിനെ നഷ്ടപ്പെടുത്താൻ മാനേജറിന് തോന്നിയില്ല. മാഡം, ഇങ്ങോട്ട് വരൂ. ഞാൻ നിങ്ങൾക്ക് അതിനേക്കാൾ മികച്ച ടേബിൾ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ടേബിൾ. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇരിക്കണം. നിങ്ങൾ നീതിയോടൊപ്പമാണ് നിൽക്കേണ്ടത്. ഇത് ഞങ്ങൾ മുൻകൂർ ബുക്ക് ചെയ്ത ടേബിളാണ്. ഇവർക്ക് വേറെ ടേബിൾ അറേഞ്ച് ചെയ്ത് കൊടുത്തോളൂ. നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? എന്ന് വെച്ചാൽ കാണിച്ചു തരാം എങ്ങനെയെന്ന്. സെക്യൂരിറ്റി ശാലിനിയെയും ദീക്ഷയെയും പുറത്താക്കാനായി സമീപിക്കുന്നതിന് മുൻപേ ഒരാൾ കനത്ത ശബ്ദത്തിൽ ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? അയാളെ കണ്ട ദീക്ഷ ഞെട്ടി. ആ ശബ്ദം വിക്രത്തിൻ്റെതായിരുന്നു. അവനോടൊപ്പം നിൽക്കുന്നത് അവളുടെ സഹോദരി ദിയയായിരുന്നു. വിക്രം മാനേജറിനെ വിളിച്ചു. അയാൾ വിക്രമിന്റെ ശബ്ദം കേട്ട് പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. അതേസമയം ദിയ പറഞ്ഞ കാര്യം കേട്ട ദീക്ഷ ഞെട്ടിപ്പോയി. വിക്രം എന്ന പേരിനു പകരം ദിയ വിളിച്ചത് മിഥുൻ എന്നതാണ് ദീക്ഷയെ ഞെട്ടിച്ചത്. അവൻ അവിടെയുള്ള വെയിറ്ററിനെ വിളിച്ചു പറഞ്ഞു, ഇന്നു മുതൽ നീയാണ് ഇവിടുത്തെ മാനേജർ. ഇവിടെ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണ്. അതിന്റെ പിന്നാലെ വിക്രം ദിയയെ കൂട്ടിക്കൊണ്ട് VIP ഏരിയയിലേക്ക് പോയി. ശേഷം പ്രണവും നിഖിലയും ഒഴിഞ്ഞ ടേബിളിൽ ശാലിനിയും ദീക്ഷയും ഭക്ഷണം കഴിക്കാനിരുന്നു. പക്ഷേ നിഖിലയും പ്രണവും അപ്പോഴും പുറത്തുപോയില്ല. പ്രണവിന് പിന്നിൽ നിന്നും ആഞ്ഞൊരടി കിട്ടി. തല്ലിന്റെ ആഘാതം കാരണം അവൻ നിലത്തേക്ക് വീണു. അവനെ അടിച്ചത് വിക്രമായിരുന്നു. അവൻ കൂടുതൽ അടിക്കാൻ ശ്രമിച്ചപ്പോൾ ദീക്ഷ വിക്രത്തിന്റെ കൈ പിടിച്ചു. വിക്രം അമ്പരന്ന് നിന്നു. അതൊരു അവസരമായെടുത്ത് പ്രണവ് അവിടെ നിന്ന് ഓടിപ്പോയി. നിന്റെ സഹോദരിയുടെ ബോയ്ഫ്രണ്ടിനൊപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് നാണമില്ലേ? ഇനിയും ഇതിന് ചുറ്റി നടന്നാൽ അത് റെക്കോർഡ് ചെയ്ത് ഞാൻ നിന്റെ ഭർത്താവിന് അയച്ചു കൊടുക്കും. മനസ്സിലായോ? ഇത് കണ്ട ദിയയ്ക്ക് ദേഷ്യവും അസൂയയും വന്നു. ദീക്ഷ ചെയ്തതിനെ വിക്രം പ്രതികരിക്കാത്തത് അവളെ ഭയപ്പെടുത്തുകയും ചെയ്തു. ഇതെന്താ, മിഥുനും ഇവളുടെ ചതിയിൽ കുടുങ്ങിയോ? ഇല്ല,
എന്ത് തന്നെ ആയാലും അത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇനി അങ്ങനെയായി പോയാൽ എനിക്ക് ബോയ്ഫ്രണ്ടും ആഡംബര ജീവിതവും ഒക്കെ നഷ്ടമാകും. മാത്രമല്ല, ആ രാത്രി ഞാൻ ആ റൂമിൽ ഇല്ലായിരുന്നെന്ന് ദീക്ഷ മിഥുനോട് പറഞ്ഞു കൊടുക്കും. അതെങ്ങാനും മിഥുൻ അറിഞ്ഞാൽ അവൻ എനിക്ക് തരുന്ന ശിക്ഷ മരണത്തേക്കാൾ ഭയാനകമായിരിക്കും. കാരണം ആ ദിവസം താനായിരുന്നു അവന്റെ കൂടെ ഹോട്ടൽ ഇംപീരിയലിൽ ഉണ്ടായിരുന്നതെന്ന് ഞാൻ തന്നെയാണ് അവനോട് പറഞ്ഞത്. ആ രാത്രിയിൽ ദീക്ഷയും വിക്രമും പോയ ശേഷമാണ് അവൾ അവിടെ എത്തിയിരുന്നത്. അപ്പോഴാണ് അവൾക്ക് വളരെ വിലപിടിപ്പുള്ള വിക്രമിന്റെ ആ മോതിരം അവിടെ നിന്ന് കിട്ടിയത്. അവളുടെ ജീവിതത്തിൽ ഇത്രയും വിലയേറിയതൊന്നും അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ റിങ് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് വലിയ വിലയുള്ളതായിരിക്കും. ഇതെനിക്ക് എന്റെ ബോയ്ഫ്രണ്ട് തന്നതാണ്. എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വിറ്റാൻ സമ്പന്നമായി ജീവിക്കാമെന്നും പറഞ്ഞു. എങ്കിൽ പറഞ്ഞോളൂ, എത്ര വില കിട്ടും ഇതിന്? ദിയ കൃത്യതയോടെ തന്നെ അയാൾ അത് വിശ്വസിക്കുമെന്ന് കരുതി പറഞ്ഞു. കടക്കാരൻ അവൾ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. അയാൾ അവളെ സംശയത്തോടെ നോക്കി. അവളിത് കട്ടെടുത്ത് വന്നതാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഭയം പതിയെ അവളിലേക്ക് പടർന്നു. അയാളിനി പോലീസിനെ വിളിക്കുമോ? അവൾ ചിന്തിച്ചു. അങ്ങനെ എങ്ങാനും നടന്നാൽ അതാണ് അവളുടെ അന്ത്യം. പേടിച്ച് അവൾ പെട്ടെന്ന് റിംഗ് തട്ടിയെടുത്തു. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ കടയ്ക്ക് ഇതിന്റെ വില തരാൻ കഴിയില്ലെന്ന് തോന്നുന്നു. ഞാൻ വേറെ എവിടെയെങ്കിലും പോകാം. അവൾ അവിടെ നിന്ന് വേഗത്തിൽ ഇറങ്ങി നടന്നു. പക്ഷേ കടക്കാരൻ അപ്പോഴേക്കും പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ ഓട്ടോയിൽ കയറാൻ നോക്കിയതിനിടയിലാണ് ഒരു കിടിലൻ കാറ് അവളുടെ വഴി തടഞ്ഞു. അകത്തുനിന്ന് ക്ലാസി ഡ്രസ് ധരിച്ചൊരു സ്ത്രീ പുറത്തിറങ്ങി. ഹായ് മിസ്, ഞാൻ ഷനായ. നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ച ഈ റിംഗ് എവിടെ നിന്നാണ് കിട്ടിയത്? ദിയയുടെ ഹൃദയമിടിപ്പ് ഇരട്ടിയായി. ഈ റിംഗ് വലിയൊരു അപകടത്തിലേക്കാണ് അവളെ എത്തിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. സോറി, ഈ റിംഗ് ഞാൻ മോഷ്ടിച്ചതല്ല. ഞാൻ ആ രാത്രി ഹോട്ടൽ ഇംപീരിയൽ ഒരു റൂമിൽ കണ്ടപ്പോൾ എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ തരാം. പക്ഷേ ദയവായി എന്നെ ദ്രോഹിക്കരുത്. ആ റിംഗ് ദിയ മോഷ്ടിച്ചതല്ലേ? ആ രാത്രിയിൽ ഹോട്ടൽ ഇംപീരിയലിൽ സംഭവിച്ചത് എന്തായിരുന്നു? ദീക്ഷ റൂമിലെത്തിയത് എങ്ങനെ? ഈ റിംഗിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? വാ, ഇവിടെ ഇരി. അതേസമയം ദീക്ഷ കൃഷ്ണകുമാറിന്റെ അടുത്ത് ശാന്തമായിരുന്നു. അമ്മയെ കണ്ടെത്തുന്നതുവരെ അവനെ സഹിക്കേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ തിരിച്ചൊന്നും പറയാതെ അവൾ കാറിൽ കയറി. ഒരു ചിതാഭസ്മം അവളെ കാണിച്ചു. അത് കണ്ട ദീക്ഷയുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു. ഞാൻ പറയുന്നത് ചെയ്യില്ലെങ്കിൽ ഈ ചിതാഭസ്മം നിന്റെ അടുത്തത് അമ്മയുടേതായിരിക്കും. തന്റെ കാര്യം നടക്കാൻ അവളോട് ഇത്രയും പറഞ്ഞാൽ മതിയെന്ന് അയാൾക്കറിയാമായിരുന്നു. നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ വിവാഹം കഴിച്ചു. ഇനിയും എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിന്റെ ഭർത്താവിനോട് പറയണം, നിന്നെ ആക്രമിച്ച ഗുണ്ടകളെ കണ്ടെത്താൻ എനിക്ക് നൽകിയ 24 മണിക്കൂറിന്റെ സമയം കഴിഞ്ഞു. എനിക്കവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എനിക്ക് ഭയമാകുന്നു. അവൻ എന്റെ നേരെ നടപടിയെടുക്കും. ഈ വിഷയം ഇവിടെ നിർത്താൻ പറയണം അവനോട്. അല്ലെങ്കിലും നിനക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ. നീ വിവാഹം കഴിഞ്ഞതുകൊണ്ട് എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നിനക്ക് മനുഷ്യരിൽ തന്നെയുള്ള വിശ്വാസം കളയുന്ന രീതി. നിന്റെ അമ്മയെ സുരക്ഷിതമായി വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യണം. നിന്നെ കൈകാര്യം ചെയ്യും.
ദിയ, മിഥുൻ നിന്റെ കൂടെയുണ്ടോ? ഹ, ഇത്രയെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും മിഥുനെ അന്വേഷിച്ചു വിളിക്കാൻ നിനക്ക് നാണമില്ലേ? നിങ്ങൾ അതെ, ഇതാണ് എന്റെ യഥാർത്ഥ മുഖം. എനിക്കെന്റെ കാലിൽ നിൽക്കാനും കഴിയൂ. ഇതെല്ലാം നോക്കിയിട്ട് ഒപ്പുവയ്ക്കൂ. എന്താണിത്? നമ്മുടെ വിവാഹം 100 പിറ്റേന്ന് രാവിലെ ദിവസത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റാണ്. വിവാഹ കോൺട്രാക്റ്റോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇതിൽ അങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നിനക്കും ദീക്ഷയെ വിവാഹ ചടങ്ങുകൾക്കായി വിക്രമിന്റെ അമ്മ ഇന്ദിര അവളുടെ വീട്ടിലേക്ക് അയച്ചു. മറുവശത്ത് രാഘവ്, നീ ആരാണെന്നറിയാതെ ആരോ രാഘവിന്റെ തലയ്ക്ക് പിന്നിൽ നിന്ന് ഭയങ്കരമായി അടിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, വീൽചെയറിലിരിക്കുകയായിരുന്ന വിക്രം തന്നെയായിരുന്നു. അവൻ രാഘവിൽ നിന്ന് ദീക്ഷയെ രക്ഷപ്പെടുത്തി അവളെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ ദീക്ഷ വിക്രമിന്റെ ബെഡ്റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വിക്രമിന്റെ വിശ്വസ്തനായ മധു അവളെ തടഞ്ഞു. നീ അകത്തേക്ക് പോകരുത്. അത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. നീ അവന്റെ ബെഡ്റൂമിൽ പ്രവേശിക്കരുത്. ഇനി ഒരിക്കലും അതേ മുറിയിലേക്ക് പോകാൻ പാടില്ലെന്ന് കേട്ടപ്പോൾ ദീക്ഷയുടെ കോപത്തിന് അതിരില്ലാതായി. അവൾ തടയാനാകാതെ കർശനമായ ശബ്ദത്തിൽ പറഞ്ഞു. ശരി, ഞാൻ പോകുന്നില്ല. ഇത്രയും ക്രൂരനായ അയാളുടെ കൂടെ ഒരേ മുറിയിൽ താമസിക്കാൻ ആരായിരിക്കും ദീക്ഷയെ വിളിച്ചത്? വിക്രം എന്തിനായിരിക്കും തന്റെ മുഖം മറച്ച് ഒരു കോൺട്രാക്ട് വിവാഹം ചെയ്തത്? ഈ കഥയുടെ ബാക്കി അറിയാൻ കാണുക കൂടെ. ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അതു പറഞ്ഞിട്ട് ദീക്ഷ ഓർത്തുപോയി. അവരുടെ വിവാഹം 100 ദിവസത്തെ കരാറിന്റെ ഭാഗമായിരുന്നു. ദീക്ഷയുടെ വാക്കുകൾ കേട്ട മിഥുൻ ഉടൻ തന്നെ മധുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. കൃഷ്ണകുമാരനെതിരെയുള്ള നീക്കം വേണ്ടെന്ന് പറഞ്ഞു. അവന്റെ വാക്കുകേട്ട ദീക്ഷ സന്തോഷിച്ചു. അമ്മ ഇനി സുരക്ഷിതയായെന്ന് ഉറപ്പുവന്നു. വിക്രമിനോട് അവൾ ആകർഷിതയായി പോവുകയാണെന്ന് മനസ്സിലാക്കി അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. എത്ര തവണ പറഞ്ഞാലും നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു. എനിക്കൊരു സുഖമില്ല. നിനക്കൊന്ന് വരാമോ? സുഖമില്ലെങ്കിൽ ഡോക്ടറെ കാണൂ. ഞാൻ എന്തിനാണ് വരുന്നത്? അവൻ വരില്ലെന്ന് ദിയക്കറിയാമായിരുന്നു. ഒടുവിൽ അവൾ പറഞ്ഞു. മിഥുൻ, നിനക്കോർമ്മയില്ലേ, എന്റെ ജീവൻ പണയപ്പെടുത്തിയാണ് അന്ന് നിന്നെ ഞാൻ രക്ഷിച്ചത്. അതിനുശേഷം എനിക്ക് എന്നും അസുഖമാണ്. വീണ്ടും വീണ്ടും പനി വരുന്നു. ഇന്നും പനിയുണ്ടെനിക്ക്. ദിയയുടെ ഈ വാക്കുകൾ കേട്ട് മിഥുൻ വേറെ വഴിയില്ലായിരുന്നു. അന്ന് അവളാണ് തന്റെ ജീവൻ രക്ഷിച്ചത് എന്ന വിശ്വാസം ഇപ്പോഴും അവനിലുണ്ടായിരുന്നു. അവൻ പോകാൻ തീരുമാനിച്ചു. എവിടെയാണ് വരേണ്ടതെന്ന് അവൻ അവളോട് ചോദിച്ചു. ഹോട്ടൽ പേളിൽ റൂം 501 വരാൻ അവൾ പറഞ്ഞു. ഹലോ, ഡോക്ടർ മോഹിത്. ദീക്ഷ, നമുക്ക് പെട്ടെന്നൊന്ന് ഹോട്ടൽ പേളിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ സ്ഥിരം രോഗിയായ വർമ്മ സാർ അവിടെയുണ്ട്. ഗുരുതരമായ നിലയിലാണ്. അക്യുപങ്ക്ചർ ഇഞ്ചക്ഷൻ കൊടുക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് നീയും എന്നോടൊപ്പം വരണം. ശരി ഡോക്ടർ മോഹിത്, ഞാൻ ഉടൻ തന്നെ അവിടെ എത്താം. ദീക്ഷ തന്റെ ജോലിയിൽ അത്യന്തം സമർപ്പിതയായ വ്യക്തിയായിരുന്നു. ആരുടെ സഹായവും സ്വീകരിക്കാൻ അവൾ ഇഷ്ടപ്പെടാറില്ല. ഈ ജോലി മാത്രമാണ് അവളുടെ ജീവിതമാർഗം. അതേസമയം അവളുടെ ഭർത്താവ് വിക്രമും ദിയയും ആ ഹോട്ടലിൽ തന്നെ ഉണ്ടെന്ന് അവൾക്കറിയില്ലായിരുന്നു. ദീക്ഷ
അതുല്യമായ കഴിവുള്ള ഒരു തെറാപ്പിസ്റ്റായിരുന്നു. ഇഞ്ചക്ഷൻ നൽകിയപ്പോൾ അയാളുടെ അവസ്ഥ മെച്ചപ്പെട്ടിരുന്നു. പക്ഷേ അടുത്തെന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അപ്പോൾ തന്നെ മിഥുൻ അവളെ ഡോക്ടർ മോഹിത്തിനൊപ്പം കണ്ടു. നീ ഇവിടെ, അതും ഇത്ര വൈകിട്ട്, ഇയാളുടെ കൂടെ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ഒരേ ഉദ്ദേശത്തോടെ അല്ല ഇവിടെ വരുന്നത്. ഞാൻ ജോലികാര്യത്തിനാണ് വന്നത്. നീ കരുതുന്നത് പോലെയൊന്നുമല്ല. അവളുടെ മനസ്സ് തകർന്നുപോയി. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അവൻ അവളുടെ കയ്യിൽ നിന്നുള്ള ഭക്ഷണം സന്തോഷത്തോടെ കഴിച്ചു. ഇപ്പോൾ അവൻ ദിയയോടൊപ്പം. ദീക്ഷയുടെ മനസ്സിൽ വിഷമവും കോപവും നിറഞ്ഞിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ അവൾക്ക് അവകാശമില്ലെന്ന് അവൾ അറിയുകയും ചെയ്തു. ഡോക്ടർ മോഹിത്തും ദിയയും ഒറ്റ നിമിഷം ഒന്നും മനസ്സിലാവാതെ നിന്നു. മിഥുൻ ദീക്ഷയെക്കുറിച്ച് ഇങ്ങനെ വിഷമിക്കുന്നതെന്തിന്? അവർക്കൊന്നും മനസ്സിലായില്ല. കരഞ്ഞ കലങ്ങിയ കണ്ണുകളോടെ ദീക്ഷ അച്ഛൻ കൃഷ്ണകുമാറിനും രണ്ടാനമ്മ സുധയ്ക്കും മുമ്പിൽ നിസ്സഹായിയായിരുന്നു. വിവാഹ ജീവിതത്തെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ അത്രയും ചീട്ടുകൊട്ടാരം പോലെ തകർന്നെന്ന് ദീക്ഷ ഇതിനകം തിരിച്ചറിഞ്ഞിരുന്നു. ഇഷ്ടമല്ലാത്ത വിവാഹം എതിർക്കാനുള്ള അവളുടെ എല്ലാ ശ്രമവും വിഫലമായി. ഒടുവിൽ കണ്ണീരടക്കാനാവാതെ ദീക്ഷ അലറിക്കൊണ്ടു പറഞ്ഞു, ഇല്ല, ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല. പകല് കണ്ട പോലും ആളുകളെ പേടിക്കുന്ന അയാളെ ജീവിതകാലം മുഴുവൻ ഞാൻ സഹിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. കല്യാണം കഴിക്കാതെ ഇവിടെ നിൽക്കേണ്ടി വന്നാലും ഞാൻ അയാളെ വിവാഹം കഴിക്കില്ല. സംസാരത്തിനിടയിൽ ദീക്ഷയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അച്ഛന്റെ മുമ്പിൽ എത്ര കരഞ്ഞാലും ആ കണ്ണീരൊന്നും അയാളുടെ മനസ്സലിയിക്കില്ലെന്ന് ആരെക്കാളും നന്നായി ദീക്ഷയ്ക്കറിയാം. കൃഷ്ണകുമാർ അവളുടെ കല്യാണം നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ മഠത്തിൽ തറവാട്ടിലെ വിക്രവുമായി ഉറപ്പിച്ചു വന്നിരിക്കുകയാണ്, അവളുടെ സമ്മതം പോലും ചോദിക്കാതെ. വിക്രമിന്റെ ശരീരം ഭാഗികമായി തളർന്നതിനാൽ വീൽചെയറിലായിരുന്നു അയാൾ സഞ്ചരിച്ചിരുന്നത്. അയാളുടെ മുഖം കോടിയതും ഒരുപാട് കുഴികൾ നിറഞ്ഞതും കാഴ്ചയിൽ തന്നെ ഭീകരത തോന്നിപ്പിക്കുന്നതുമായിരുന്നു. വിക്രമിനെക്കുറിച്ച് ആ നാട്ടിൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട്. പിശാച് മനുഷ്യന്റെ രൂപമെടുത്ത പോലെയാണ് അയാൾ എന്നാണ് പലരും പറയുന്നത്. കാഴ്ചയിലുള്ള വികൃത രൂപം അയാളുടെ സ്വഭാവത്തിനുമുണ്ടെന്നാണ് പലരുടെയും അഭിപ്രായം. അയാൾക്കെന്തോ മാറാരോഗമാണെന്നും കുറച്ചു കാലമേ അയാൾക്ക് ആയുസുള്ളൂ എന്നും പല കഥകളും കേൾക്കുന്നുണ്ട്. എന്നാൽ വിക്രമിന് പിന്നിൽ ആർക്കും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്. വിക്രമിന്റെ വൈകല്യങ്ങളെല്ലാം അറിയുന്ന അച്ഛൻ സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ കല്യാണാലോചനയുമായി വന്നിരിക്കുന്നതെന്ന് ദീക്ഷയ്ക്കറിയാമായിരുന്നു. ദീക്ഷയും അച്ഛൻ കൃഷ്ണകുമാറും അമ്മ ലതയും സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. സ്നേഹത്തോടെ ജീവിച്ച അവരുടെ ഇടയിലേക്കാണ് വർഷങ്ങൾക്കു മുൻപ് സുധ കടന്നുവരുന്നത്. കൃഷ്ണകുമാർ സുധയെ പരിചയപ്പെട്ടതോടെ അവരുടെ കുടുംബത്തിന്റെ താളം തെറ്റാൻ തുടങ്ങി. പലതവണ സൂചനകൾ കിട്ടിയിട്ടും പലരും പറഞ്ഞിട്ടും അമ്മ അച്ഛനെ അന്ധമായി വിശ്വസിച്ചു. പക്ഷെ സുധയുടെയും കൃഷ്ണകുമാറിന്റെയും ബന്ധം ഒരു പ്രണയത്തിലേക്ക് വളർന്നു. സുധ ദിയയ്ക്ക് ജന്മം നൽകി. ഇതറിഞ്ഞ ദീക്ഷയുടെ അമ്മയുടെ മാനസിക നില തെറ്റി. അവരെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അമ്മ പോയതോടെ പിന്നീടങ്ങോട്ട് അച്ഛന്റെ വേറൊരു മുഖമാണ് ദീക്ഷ കണ്ടത്. അയാളുടെ സ്നേഹം മുഴുവൻ സുധയിലേക്കും ദിയയിലേക്കുമായി ചുരുങ്ങി. ദീക്ഷ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു. പിന്നീടുള്ള ജീവിതത്തിൽ ഒരിക്കലും ദീക്ഷ സന്തോഷത്തോടെ ഉറങ്ങിയിട്ടില്ല. പല രാത്രികളിലും അവളെ അവിടെ ഒറ്റയ്ക്കാക്കി അവർ കറങ്ങാൻ പോയി. പേടിച്ചു കരഞ്ഞ അന്നത്തെ ആ കൊച്ചുകുട്ടിയിൽ നിന്നും ഇപ്പോൾ അച്ഛൻ എന്ന ഒരാൾ തന്റെ ജീവിതത്തിൽ ഇല്ല എന്ന നിലയിലേക്ക് ദീക്ഷയുടെ മനസ്സ് വളർന്നു. ആ അച്ഛനാണ് ഇപ്പോൾ തന്നെ വെച്ച് ലാഭം കൊയ്യാൻ നോക്കുന്നത്. മോളെ, നീ വല്ലാതെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇതെല്ലാം പറയുന്നത്. സത്യത്തിൽ ഈ ആലോചന നിന്റെ അനിയത്തി ദിയയ്ക്ക് വന്നതായിരുന്നു. വീട്ടിലെ മൂത്ത മോളായ നീ ഇങ്ങനെ നിൽക്കുമ്പോ എങ്ങനെ ഞങ്ങള് ദിയയെ വിവാഹം കഴിപ്പിക്കും? അതുകൊണ്ടാ കോടീശ്വരനായ വിക്രമിന്റെ വിവാഹാലോചന നിനക്കായി ഞങ്ങൾ കൊണ്ടുവന്നത്. ഇതിന് നീ സമ്മതിക്കണം. സുധ ദീക്ഷയോട് ഇതുവരെ ഇല്ലാത്തത്ര സ്നേഹത്തോടെ സംസാരിച്ചു. വിവാഹ കച്ചവടം ഉറപ്പിച്ച ശേഷം മുടങ്ങാതിരിക്കാൻ സുധ ആവുന്നത്ര ശ്രമിച്ചു. ഞാൻ ഇതിന് സമ്മതിക്കില്ലെന്ന് നിങ്ങളോട് എത്ര തവണ പറഞ്ഞു? അത്ര നല്ല ബന്ധാണെങ്കിൽ നിങ്ങളുടെ മോളെ ദിയെ കൊണ്ട് കെട്ടിക്ക്, എനിക്ക് വേണ്ട. ഇത് കേട്ടതും സുധയും കൃഷ്ണകുമാറും പരസ്പരം നോക്കി. സത്യത്തിൽ ഈ വിവാഹാലോചനയുമായി മഠത്തിൽ കുടുംബം തങ്ങളെ ബന്ധപ്പെട്ടത് ദിയയ്ക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ വിരൂപനും വികലാംഗനുമായ വിക്രമിനെ കൊണ്ട് ദിയയെ വിവാഹം കഴിപ്പിക്കാൻ അവർക്ക് തോന്നിയില്ല. എന്നാൽ മഠത്തിൽ കുടുംബവുമായുള്ള ബന്ധം ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ്.
അതുകൊണ്ട് ഇത് വിട്ടുകളയാനും വയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ സുധയുടെ മനസ്സിൽ വന്ന ആശയമാണ് ദീക്ഷയെ വിക്രമിന് വേണ്ടി ആലോചിക്കാമെന്ന്. അങ്ങനെ അവരോട് സംസാരിച്ച് ഈ ബന്ധം ഉറപ്പിച്ചിട്ടാണ് ഇരുവരും വന്നിരിക്കുന്നത്. നോക്ക് മോളെ, ഇത്രയും വലിയ കുടുംബത്തിന്റെ ഭാഗമാവുന്നതോടുകൂടി നിന്റെ ജീവിതം സുരക്ഷിതമാവും. അത്രയേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാം നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണ്. നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാനാ? സുധ നാടകം തുടർന്നു. നിങ്ങളുടെ ആഗ്രഹമൊക്കെ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇനി എത്രയൊക്കെ കിടന്ന് അഭിനയിച്ചാലും ഞാൻ സമ്മതിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ദീക്ഷ തീർത്തു പറഞ്ഞു. ആണോ? നിന്റെ അമ്മയെ കാണിച്ചു തന്നാലും ഇതാണോ നിന്റെ തീരുമാനം? സുധ അവസാന ആയുധം പുറത്തെടുത്തു. ദീക്ഷ ഞെട്ടിപ്പോയി. അമ്മ. അന്ന് മെന്റൽ ഹോസ്പിറ്റൽ ആയതിനു ശേഷം ഇടയ്ക്കിടെ ദീക്ഷ അമ്മയെ സന്ദർശിക്കുമായിരുന്നു. എന്നാൽ ഒരിക്കൽ അമ്മ ആരോടും പറയാതെ, ആരും കാണാതെ അവിടെ നിന്നും എവിടേക്കോ ഇറങ്ങിപ്പോയി. ഒരുപാട് അന്വേഷിച്ചെങ്കിലും കണ്ടുകിട്ടിയില്ല. ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് കരുതിയ ആ അമ്മയെ കാണിച്ചു തരാമെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ദീക്ഷയ്ക്ക് സുധയുടെ വാക്കുകൾ വിശ്വസിക്കാനായില്ല. സുധ കൃഷ്ണകുമാറിനെ നോക്കി. അയാൾ ടേബിളിന്റെ ഉള്ളിൽ നിന്നും ഒരു ഫയൽ പുറത്തെടുത്തു. അതിൽ കുറച്ച് ഫോട്ടോസ് ആയിരുന്നു. സുധ അത് ദീക്ഷയുടെ നേർക്ക് നീട്ടി. അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതുവരെ പിടിച്ചു നിന്ന് അവളുടെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ. അമ്മയുടെ ഫോട്ടോസ് ആയിരുന്നു അത്. അമ്മ എവിടെയോ അലസമായി ഇരിക്കുന്നതിന്റെ ചിത്രമാണത്. പക്ഷേ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയ നിന്റെ അമ്മയെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ഞങ്ങൾ ഒരു സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുക. അമ്മയെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നീ ഇതിന് സമ്മതിക്കണം, സുധ പറഞ്ഞു. അമ്മയെ കണ്ടെത്തുന്നതിനേക്കാൾ വലുതല്ല ദീക്ഷയ്ക്ക് ഈ ലോകത്ത് മറ്റൊന്നും. അവൾ നിസ്സഹായതയോടെ സുധയുടെ മുഖത്തേക്ക് നോക്കി. അതിൽ അവളുടെ വിവാഹ സമ്മതമുണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. മഠത്തിൽ തറവാട്ടിലെ വിക്രമും കൃഷ്ണകുമാറിന്റെ മകൾ ദീക്ഷയുമായിട്ടുള്ള വിവാഹം. മഠത്തിൽ തറവാട്ടിലെ സാധാരണ വിവാഹങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ആ ചടങ്ങ്. ആർഭാടങ്ങളൊന്നുമില്ലാതെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ഒരു ചെറിയ വിവാഹം. വിവാഹവേഷത്തിൽ മണ്ഡപത്തിൽ ഇരിക്കുകയാണ് ദീക്ഷ. പക്ഷെ അവളുടെ മുഖം ഒട്ടും പ്രസന്നമായിരുന്നില്ല. കൃഷ്ണകുമാറും സുധയും ക്ഷണിക്കപ്പെട്ട അതിഥികളെ വരവേൽക്കുന്ന തിരക്കിലാണ്. എന്നാലും കൃഷ്ണ, നിന്റെ ഒരു ഭാഗ്യം. ഇത്രയും വലിയ കുടുംബത്തിലേക്കാണല്ലോ മകളെ കെട്ടിച്ചയക്കുന്നത്. ഇനി നിന്നെ കാണാൻ പോലും കിട്ടില്ലല്ലോ, കൃഷ്ണകുമാറിനോട് ഒരു ബന്ധു പറഞ്ഞു. എല്ലാം എന്റെ മോളുടെ ഭാഗ്യം. ഇനി വേണം എല്ലാം ഒന്ന് നന്നാക്കിയെടുക്കാൻ, അയാൾ അഭിമാനത്തോടെ പറഞ്ഞു. എങ്കിലും ഇതുപോലൊരാളെ വിവാഹം കഴിക്കാൻ ദീക്ഷ എങ്ങനെ സമ്മതിച്ചു? ബന്ധുവിന് സംശയം. അവൾ എന്റെ മോളല്ലേ, ഞാൻ പറഞ്ഞ അവളെ എന്തു അനുസരിക്കും. അതും പറഞ്ഞ് കൂടുതൽ ചോദ്യങ്ങൾ കേൾക്കാൻ നിൽക്കാതെ കൃഷ്ണകുമാർ അവിടെ നിന്നും പോയി. കല്യാണത്തിന് വന്നുണ്ടു പോകുന്നതും പോരാ, പല പല സംസാരങ്ങളും ചോദ്യങ്ങളുമാണ്. തൽക്കാലം എല്ലാത്തിനും മറുപടി കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ ചടങ്ങൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു, കൃഷ്ണകുമാർ സുധയോട് പറഞ്ഞു. അയാൾ ദീക്ഷയുടെ മുഖത്തേക്ക് നോക്കി. അവൾ തലകുനിച്ചിരിക്കുകയാണ്. വീൽചെയറിൽ വിവാഹ മണ്ഡപത്തിലേക്ക് വന്ന വിക്രമിന്റെ മുഖത്ത് നോക്കാൻ പോലും ദീക്ഷയ്ക്ക് തോന്നിയില്ല. മനസ്സ് മരവിച്ച പോലെയാണ് അവൾ അവിടെ ഇരുന്നത്. ചുറ്റും നടക്കുന്നതൊന്നും അവൾ അറിയുന്നില്ല. എവിടെയെന്നറിയാത്ത അവളുടെ അമ്മയെ കണ്ടുപിടിക്കണം, അത് മാത്രമായിരുന്നു ലക്ഷ്യം. ഇതിനിടയിൽ താളമേളമുയർന്നു. വിക്രം ദീക്ഷയുടെ കഴുത്തിൽ താലി ചാർത്തി. അവൾ ഒരു നിമിഷം കണ്ണടച്ചു നിന്നു. അവളുടെ ജീവിതത്തിന്റെ പുതിയൊരധ്യായം ഇവിടെ തുടങ്ങുകയാണ്. വിവാഹരാത്രി. മഠത്തിൽ വീട്ടിലെ ദീക്ഷയുടെ ആദ്യ ദിവസം. വിവാഹ വസ്ത്രങ്ങളെല്ലാം മാറ്റി നിന്ന ദീക്ഷയ്ക്ക് ആ വലിയ വീട്ടിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അമ്മയെക്കുറിച്ച് ആലോചിച്ച് അവൾക്ക് സങ്കടം തോന്നി. അമ്മയ്ക്ക് വേണ്ടിയാണ് താൻ ഇതെല്ലാം ചെയ്തത്. ആ വീട്ടിൽ തന്നെ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്നറിയാതെ അവൾ ആകെ പേടിച്ചു. പെട്ടെന്ന് ആരൊക്കെയോ മുറിയിലേക്ക് വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും ചേർന്ന് അവളെ വിക്രമിന്റെ മുറിയിലേക്ക് തള്ളിവിട്ടു. അവൾ ചുറ്റും നോക്കി. മുറിയിൽ മുഴുവൻ ഇരുട്ടായിരുന്നു. നേർത്ത ഒരു ചുവന്ന ലൈറ്റ് മാത്രം. അവിടെ കട്ടിലിൽ ചേതനയേറ്റ ശരീരം പോലെ വിക്രം കിടക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടുകൊണ്ട് അവന്റെ മുഖം അവൾക്ക് വ്യക്തമായില്ല. അവൾ പേടിച്ച് കട്ടിലിനടുത്തേക്ക് നടന്നെടുത്തു. നീയെന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞത്? അടുത്തേക്ക് വരൂ,
കട്ടിലിൽ നിർജീവമായി കിടക്കുന്ന ആ ശരീരത്തിൽ നിന്നും വിക്രമിന്റെ ഘനഗാംഭീര്യമുള്ള സ്വരമുയർന്നു. ആ ശബ്ദം കേട്ടതും ദീക്ഷ ഒന്ന് ഞെട്ടി. എവിടെയോ കേട്ടു മറന്നതുപോലെ അവൾ വിക്രമിന്റെ അടുത്തേക്ക് മെല്ലെ നടന്നെടുത്തു. അതേസമയം അവൾ അടുത്തേക്ക് വന്നപ്പോൾ വിക്രമിന് പരിചിതമായൊരു സുഗന്ധം പോലെ തോന്നി. വിക്രം ആ ഗന്ധം ആസ്വദിച്ചു. എവിടെയോ പരിചയമുള്ളതുപോലെ ഒരു തോന്നൽ. സത്യത്തിൽ അവർ രണ്ടുപേർക്കും അറിയാത്ത, അവർ പരസ്പരം മനസ്സിലാക്കാതെ പോയൊരു സംഭവം അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിരുന്നു. ഒരാഴ്ച മുമ്പ് ദീക്ഷയുടെ പിറന്നാൾ ദിനമായിരുന്നു അന്ന്. 20ാം പിറന്നാൾ ആഘോഷിക്കുന്ന ദീക്ഷയ്ക്കായി ദിയ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അവൾ ഹോട്ടൽ ഇംപീരിയലിലേക്ക് വിളിപ്പിച്ചു. അനിയത്തിയുടെ പെട്ടെന്നുള്ള സ്നേഹത്തിൽ ദീക്ഷയ്ക്ക് സംശയം തോന്നിയെങ്കിലും അവൾ അവിടേക്ക് പോയി. അവിടെ ഒരു മുറിയിൽ ദിയ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്താ മോളെ, പെട്ടെന്നൊരു സ്നേഹം? ദീക്ഷ പരിഹാസത്തോടെ ചോദിച്ചു. ചേച്ചി എന്നെ എപ്പോഴും തെറ്റിദ്ധരിക്കുക. അച്ഛനും അമ്മയും ചേച്ചിയോട് അങ്ങനെയൊക്കെ പെരുമാറുന്നു വെച്ച് എന്റെ ഉള്ളില് സ്നേഹമില്ലെന്നാണോ കരുതുന്നത്? അതൊക്കെ വെറുതെയാ. ആ തെറ്റിദ്ധാരണയെല്ലാം മാറ്റാനാ ഞാൻ ഇങ്ങനൊരു പാർട്ടി ചേച്ചിക്ക് വേണ്ടി ഒരുക്കിയത്, ദിയ ദീക്ഷയോട് പറഞ്ഞു. ദിയയെ നന്നായി അറിയാവുന്ന ദീക്ഷ അത് വിശ്വസിച്ചില്ലെങ്കിലും വെറുതെ ഒന്ന് മൂളി. ദിയ ഒരു ഗ്ലാസ് എടുത്ത് ദീക്ഷയ്ക്ക് നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞു, ചേച്ചി ആദ്യം ഇതൊന്ന് കുടിക്ക്. ഇവിടെ വരെ വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. ദിയ അവൾക്ക് കുടിക്കാൻ ഡ്രിങ്ക്സ് നൽകി. പക്ഷേ അതിലവൾ മയങ്ങാനുള്ള പൊടി കലർത്തിയിരുന്നു. ദീക്ഷ ആദ്യം ഒന്ന് സംശയിച്ചു നിന്നു. ഇനി എന്തെങ്കിലും അപകടം പതിയിരിക്കുന്നുണ്ടോ? പിന്നെ എല്ലാം തന്റെ സംശയങ്ങളാവുമെന്ന് കരുതി. എന്തായാലും നിന്റെ കൈകൊണ്ട് ആദ്യമായിട്ടൊരു ഗ്ലാസ് വെള്ളം തന്നതല്ലേ, ഞാൻ കുടിച്ചേക്കാം എന്നും പറഞ്ഞ് ദീക്ഷ അത് വാങ്ങി കുടിച്ചു. അതുകണ്ട് ദിയ മനസ്സിൽ ഗൂഢമായിട്ടൊന്ന് ചിരിച്ചു. ദീക്ഷയ്ക്ക് പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ തോന്നി. അവൾ അവിടെ ഒരു സോഫയിലേക്ക് തളർന്നു വീണു. ദിയ അവളെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. എന്നിട്ട് ആ മുറിയിലെ ലൈറ്റുകൾ അണച്ച് മുറി അടച്ച് പുറത്തേക്കിറങ്ങി. ദിയ ഫോണെടുത്ത് അവൾ ഏർപ്പാടാക്കിയ ഗുണ്ടകളെ വിളിച്ചു. എവറിത്തിങ് ഈസ് ഓക്കെ നൗ. അവള് മുറിയിലുണ്ട്, നിങ്ങൾക്ക് വരാം. എന്നിട്ടൊരു പൈശാചികമായ ചിരിയോടെ ആ ഫോൺ പോക്കറ്റിലേക്കിട്ട് അവൾ അവിടെ നിന്നും പോയി. എന്നാൽ ആ ഗുണ്ടകൾ ഹോട്ടൽ മാറി മറ്റൊരിടത്തേക്ക് പോയത് ദിയ അറിഞ്ഞില്ല. തന്റെ പ്ലാനുകളെല്ലാം കൃത്യമായി നടക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ അവൾ വീട്ടിലേക്ക് പോയി. ഇതേ സമയം ഹോട്ടലിൽ ദീക്ഷ കണ്ണുകൾ തുറക്കാനാവാതെ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ മുറിയുടെ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വന്നു. ഇരുട്ടത്ത് വന്ന ആളുടെ മുഖം അവൾക്ക് വ്യക്തമായില്ല. കണ്ണുകൾ പ്രയാസപ്പെട്ട് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് സാധിച്ചില്ല. അവ്യക്തമായ ചില കാഴ്ചകൾ മാത്രം. അതൊരു പുരുഷനായിരുന്നു. നിങ്ങൾക്കെന്നെ ഒന്ന് സഹായിക്കാമോ? എങ്കിൽ ഞാൻ നിങ്ങളെയും സഹായിക്കാം. മറ്റേതോ ലോകത്തിൽ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് അവൾക്ക് തോന്നി. എന്ത് സഹായമാണ് ഇയാൾ പറയുന്നത്? ആ മയക്കത്തിലും ഇരുട്ടിലും ആ കൂർത്ത കണ്ണുകൾ അവൾക്ക് കാണാമായിരുന്നു. അവൾക്കൊന്നും ഓർക്കാൻ കഴിയാതെ ഒരു മയക്കത്തിലേക്ക് വീണുപോയി. പിറ്റേന്ന് ബോധം തെളിഞ്ഞപ്പോൾ ദീക്ഷ ആകെ അത്ഭുതപ്പെട്ടു. താനിപ്പോൾ കിടക്കുന്നത് ഹോട്ടൽ ഇംപീരിയലിന്റെ മുറിയിലല്ല, റോഡരികിലാണ്. ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത്? അവൾക്കൊന്നും ഓർത്തെടുക്കാൻ സാധിച്ചില്ല. അവൾ പ്രയാസപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവളുടെ വസ്ത്രങ്ങളാകെ ചളിയിലും വെള്ളത്തിലും കുതിർന്നിരുന്നു. ശരീരം ആ സകലം വേദന, ദേഹത്താകെ മുറിവുകൾ. എന്താണ് തനിക്ക് സംഭവിച്ചത്? ഇന്നലെ തന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ. ഇത് മനസ്സിലാക്കിയ ഉടൻ അവൾ കരയാൻ തുടങ്ങി. തകർന്ന മനസ്സോടെ അവൾ മെല്ലെ വീട്ടിലേക്ക് നടന്നു. സത്യത്തിൽ ആ രാത്രി അവളുടെ മുറിയിലേക്ക് വന്നത് വിക്രമായിരുന്നു. താൻ മുറിയിൽ വെച്ച് കണ്ട പെൺകുട്ടിയുടെ മുഖം വ്യക്തമാവാത്തതുകൊണ്ട് അതാരാണെന്ന് വിക്രമിനും മനസ്സിലായില്ല. അന്ന് രാത്രി അവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. പിറ്റേന്ന് രാവിലെ ദിയ ആ ഹോട്ടൽ മുറിയിലെത്തി. അവിടെ എവിടെയും ദീക്ഷയെ കണ്ടില്ല. ഇവളിതെവിടെ പോയി? ഇനി ചിലപ്പോ എവിടേക്കെങ്കിലും പോയി കാണോ? എന്തായാലും ആ ബാധ ഒഴിഞ്ഞു കിട്ടിയല്ലോ, സമാധാനായി, അവള് സ്വയം പറഞ്ഞു. അവൾ മുറിയിൽ നിന്നും തിരിച്ചു പോകാൻ നേരം നിലത്തെന്തോ വീണ് കിടക്കുന്നത് കണ്ടു. അതൊരു മോതിരമായിരുന്നു. നടുവിൽ തിളങ്ങുന്ന വജ്രക്കല്ലുള്ള ഒരു മനോഹര മോതിരം. അവൾ അത് കയ്യിലെടുത്തു. ഇത് വിറ്റാ നല്ല വില കിട്ടും, അവള് ചിന്തിച്ചു. ആ മോതിരത്തിന്റെ തിളക്കത്തിൽ നിന്നും കണ്ണെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല.
മോതിരം കയ്യിൽ അണിഞ്ഞ് അവിടെ നിന്നും പോകാൻ തിരിഞ്ഞപ്പോൾ തന്നെ ഹോട്ടൽ മുറിയുടെ വാതിക്കൽ ഒരാൾ നിൽക്കുന്നത് അവൾ കണ്ടു. അയാളെ കണ്ട് ദിയ ഞെട്ടി. ആ മനുഷ്യൻ ദിയയോട് ചോദിച്ചു, "ഇന്നലെ രാത്രി ഞങ്ങളുടെ സാറിന്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണോ?" ഇത് കേട്ട ദിയ ആകെ ആശയക്കുഴപ്പത്തിലായി. ഇയാൾ എന്താ ഇങ്ങനെ പറയുന്നേ? "എന്റെ ബോസിന്റെ ഈ മോതിരം നിങ്ങളാണോ ഇന്നലെ സാറിനെ രക്ഷിച്ചത്?" അയാൾ ദിയയുടെ കയ്യിലെ മോതിരം ചൂണ്ടി ചോദിച്ചു. ദിയ കള്ളം പിടിക്കപ്പെട്ടതുപോലെ ആകെ പരിങ്ങി. രക്ഷപ്പെടാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ. ഇയാൾ പറയുന്നത് എന്താണോ അത് സമ്മതിക്കുക തന്നെ. "അതെ, ഞാൻ തന്നെയാ നിങ്ങളുടെ ബോസിനെ രക്ഷിച്ചത്," ദിയ പതർച്ചയോടെ പറഞ്ഞു. "ഞങ്ങളുടെ സാറിന്റെ ഈ മോതിരം താനത് ഞങ്ങൾക്ക് തിരിച്ചു തരണം. പകരം ഇതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും," അയാൾ പറഞ്ഞു. അയാൾ ആരാണെന്നോ അയാളുടെ ബോസ് ആരാണെന്നോ അപ്പോൾ ദിയയ്ക്ക് മനസ്സിലായിരുന്നില്ല. അവൾ വേഗം ആ മോതിരം ഊരി അയാൾക്ക് കൊടുത്തു. അതിനുള്ള പ്രതിഫലം പിന്നീട് അവൾക്ക് ലഭിച്ചു. എന്നാൽ അത് പണമായിട്ടായിരുന്നില്ല, മഠത്തിൽ തറവാട്ടിൽ നിന്നുള്ള വിവാഹാലോചനയുടെ രൂപത്തിലായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. യഥാർത്ഥത്തിൽ ആ റൂമിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ തന്നെ വിക്രം വിവാഹം കഴിച്ചിരിക്കുന്നു. എന്താണ് വിക്രം മറച്ചുപിടിക്കുന്ന രഹസ്യം? അന്ന് രാത്രി ദീക്ഷയ്ക്ക് സംഭവിച്ചത് എന്തായിരുന്നു? അവളുടെ അമ്മ ഇപ്പോൾ എവിടെയാണ്? വിക്രമിന്റെ മുറിയിൽ ദീക്ഷ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവൾ മെല്ലെ വിക്രമിന്റെ നേരെ ചെന്ന് പേടിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ആ ചുവന്ന വെട്ടത്തിൽ അവന്റെ മുഖം കണ്ട് അവൾ ഞെട്ടിവിറച്ചു. അത് വികൃതമായ അവന്റെ മുഖം കണ്ട ഞെട്ടലായിരുന്നില്ല. താൻ ഇന്നുവരെ കണ്ട ഏറ്റവും സുന്ദരനായൊരു പുരുഷനാണ് ഈ കിടക്കുന്നത്. ഇനി തനിക്ക് മുറി മാറിപ്പോയോ? അവളൊന്ന് സംശയിച്ചു. എല്ലാവരും പറഞ്ഞു കേട്ട വികൃതനായ വികലാംഗനായ ആ വിക്രം അല്ലല്ലോ ഇത്. അവളുടെ മുഖത്തെ ഞെട്ടലും സംശയവും കണ്ട വിക്രം ഒരു ചിരിയോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അപ്പോ ഇയാൾക്ക് നടക്കാൻ സാധിക്കോ? വിവാഹ മണ്ഡപത്തിൽ പോലും വീൽചെയറിലാണല്ലോ ഞാൻ കണ്ടിരുന്നത്. ഇപ്പോ ഇതെങ്ങനെ? സംശയിക്കേണ്ട, ഞാൻ തന്നെ വിക്രം. ദീക്ഷയുടെ മനസ്സിലെ അസ്വസ്ഥത വായിച്ചെന്ന പോലെ വിക്രം പറഞ്ഞു. അവൾ ഞെട്ടിപ്പോയി. ഇത്രയും സുന്ദരനായ ഒരാൾ പിന്നെ എന്തിനാണ് പുറത്തിറങ്ങുമ്പോൾ വികലാംഗനും വിരൂപനുമായി അഭിനയിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ വിക്രം വൈരൂപ്യമുള്ളൊരു മുഖംമൂടി ധരിച്ചായിരുന്നു വിരൂപനാവുന്നത്. വീൽചെയറും ഈ നാടകത്തിന്റെ ഭാഗം മാത്രം. പുറം ലോകം അറിയാത്ത ഈ സത്യം അറിയുന്ന ചുരുക്കം ആളുകളെ വിക്രമിന്റെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ. വിക്രമിന്റെ ജീവിതവും ആ മുഖംമൂടി പോലെ വിചിത്രമാണെന്ന് ദീക്ഷ നിമിഷനേരം കൊണ്ട് തിരിച്ചറിഞ്ഞു. അമ്പരന്ന് നിന്ന് ദീക്ഷയുടെ അടുത്തേക്ക് വിക്രം നടന്നു വന്നു. വിക്രമിനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരുന്തോറും അവളിൽ നിന്നും വരുന്ന ആ സുഗന്ധം കൂടുതൽ ആസ്വാദ്യമായി തോന്നി. അതുപോലെ നല്ല പരിചയവും തോന്നുന്നു. അന്ന് ഹോട്ടൽ ഇംപീരിയലിൽ തന്നെ സഹായിച്ചത് ഇവളായിരുന്നു. ഇരുട്ടിൽ ആളെ മനസ്സിലായില്ലെങ്കിലും ഈ സുഗന്ധം നന്നായിട്ട് ഓർമ്മയിൽ നിൽക്കുന്നത് പോലെ. നമ്മള് മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ? വിക്രം സംശയം തീർക്കാനായി ചോദിച്ചു. ഉണ്ടെന്ന് തോന്നുന്നില്ല, ദീക്ഷ പെട്ടെന്ന് ഓർമ്മയിൽ നിന്നുണർന്നെന്ന പോലെ പറഞ്ഞു. അല്ലെങ്കിലും വിക്രമിനെ പോലെ ഇത്രയും ഭംഗിയുള്ളൊരു പുരുഷനെ ഒരിക്കൽ കണ്ടാൽ ആരെങ്കിലും മറക്കോ? അതുകൊണ്ട് തന്നെ അയാളെ മുൻപ് കണ്ടിട്ടില്ലെന്ന് അവൾ ഉറപ്പിച്ചു. സത്യത്തിൽ പെട്ടെന്ന് അയാളെ ഇങ്ങനെ കണ്ടപ്പോൾ അവൾ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഈ വീട്ടിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, പക്ഷേ തനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. വിക്രം അവളുടെ തൊട്ടടുത്തെത്തി. രണ്ടുപേരും ശ്വാസം പരസ്പരം തട്ടുന്ന പോലെ. അവിടെ ഒരു മുറിവുണ്ടായി ചോര പൊടിയുന്നത് പോലെ തോന്നി അവൾക്ക്. ദീക്ഷ വല്ലാതെ ഭയന്നുപോയി. വിക്രം പുറകോട്ടു മാറി. വിചിത്രമായ അയാളുടെ പെരുമാറ്റം കണ്ട് പ്രതികരിക്കാൻ പോലും കഴിയാതെ ദീക്ഷ വിറച്ചു നിന്നു. പോയി ആ ബെഡിൽ കിടന്നുറങ്ങിക്കോ, വിക്രം അവളോട് ആജ്ഞാപിച്ചു. അപ്പോൾ വിക്രമിന്റെ കണ്ണുകളിൽ യാതൊരു ദയയോ സ്നേഹമോ അവൾ കണ്ടില്ല. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലായില്ല. അവൾക്ക് കഴുത്തിൽ നല്ല വേദനയുണ്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ ബെഡിൽ പോയി കിടന്നു. ഇത് നിന്റെ ഈ ബെഡിലുള്ള ആദ്യത്തെയും അവസാനത്തെയും കിടത്തമായിരിക്കും. അവൾ ഒന്നും പറഞ്ഞില്ല. ഒരു ഷീറ്റ് എടുത്ത് പുതച്ച് കണ്ണടച്ചു. എന്തിനായിരിക്കും ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? 25 വയസ്സിൽ തന്നെ കോടികളുടെ ആസ്തിയുള്ള ഏത് പെണ്ണും ആകർഷിക്കപ്പെടുന്ന സൗന്ദര്യമുള്ള മഠത്തിൽ തറവാട്ടിലെ ഇളം തലമുറക്കാരൻ വിക്രമിന് എന്തിനായിരിക്കും പുറത്ത് ഇങ്ങനെയൊരു മുഖംമൂടി?
ശരിക്കും ഇയാളൊരു ക്രൂരനാണോ അതോ പാവമാണോ? അവൾ ചിന്തിച്ചു. അറിയില്ല. അല്ലെങ്കിലും അതൊന്നും ചിന്തിക്കാനല്ലല്ലോ താൻ ഈ വിവാഹം കഴിച്ചത്. തന്റെ അമ്മയെ കണ്ടുപിടിക്കണം. ഇനിയുള്ള കാലം അമ്മയോടൊത്ത് സന്തോഷമായിട്ട് കഴിയണം. ഇത് മാത്രമായിരുന്നു അവളുടെ മനസ്സിലുള്ള ചിന്ത. ഇതിനിടയിൽ മറ്റൊന്നും തന്നെ ബാധിക്കേണ്ടതില്ലെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. എത്രയും വേഗം അമ്മയെ കാണാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അവൾ കണ്ണുകൾ അടച്ചുറങ്ങാൻ ശ്രമിച്ചു. രാവിലെയായി. വീട് മാറിക്കിടന്നതിന്റെയും മനസ്സിന്റെ ഭാരവുമെല്ലാം കൊണ്ടും ദീക്ഷയ്ക്ക് ശരിക്കും ഉറങ്ങാൻ സാധിച്ചില്ല. രാവിലെ കണ്ണു തുറന്നപ്പോഴും അവൾക്ക് ക്ഷീണം മാറിയിരുന്നില്ല. അവൾ ബെഡിൽ നിന്നും കഷ്ടപ്പെട്ടെഴുന്നേറ്റു. അപ്പോൾ അവൾ മുൻപിൽ വികൃതനായൊരു പുരുഷനെ കണ്ടു. അവൾ ഞെട്ടി അയാളെ നോക്കി. ആരാണിത്? ഒരു രാത്രി കൊണ്ട് താലി കെട്ടിയ ഭർത്താവിനെ തന്നെ അങ്ങ് മറന്നുപോയോ? ആ ശബ്ദം അവൾക്ക് നല്ല പരിചയം തോന്നി. അത് വിക്രമിന്റേതായിരുന്നു. പക്ഷേ ഈ രൂപം? വിക്രം വീണ്ടും തന്റെ മുഖം മൂടി അണിഞ്ഞിരുന്നു. എഴുന്നേറ്റ് വസ്ത്രമൊക്കെ മാറിക്കോളൂ. ഒരുപാട് ആലോചിച്ചു കൂട്ടണ്ട. ഇവിടെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. കേട്ടല്ലോ? അവൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ വിക്രം പറഞ്ഞു. ഇയാൾ ഈ മാസ്ക് ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുന്നില്ല. താൻ ഇടപെടേണ്ടതല്ലേ പറഞ്ഞത്? അങ്ങനെ ആയിക്കോട്ടെ. മുഖംമൂടിക്ക് പിന്നിലെ രഹസ്യം അറിയാതെ ദീക്ഷയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എങ്കിലും ഇതൊന്നും തന്റെ വിഷയമല്ലെന്ന് ദീക്ഷ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ദീക്ഷ അലമാരിയിൽ നിന്നും ഒരു സാരി എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അവൾ നടന്നു പോകുന്നതും നോക്കി വിക്രം ഇരുന്നു. ചുവന്ന സാരിയിൽ ദീക്ഷ അതീവ സുന്ദരിയായിരുന്നു. അവൾ വസ്ത്രം മാറി ഇറങ്ങി വന്നതും വിക്രം അവളെ തന്നെ നോക്കി നിന്നുപോയി. അവൾ കണ്ടെന്ന് തോന്നിയതും വിക്രം കണ്ണുകൾ പിൻവലിച്ചു. അവൾ കണ്ണാടിയുടെ മുൻപിൽ പോയി സാരി നേരെയാക്കാൻ തുടങ്ങി. വിക്രമിന് അവന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നു. പെട്ടെന്ന് വാതിലിലൊരു മുട്ട് കേട്ടു. അവൻ എഴുന്നേറ്റു പോയി വാതിൽ തുറന്നു. വിക്രമിന്റെ അമ്മ ഇന്ദ്രജിയായിരുന്നു അത്. അവർ ഉള്ളിലേക്ക് കടന്നു വന്നു. എന്താ മോളെ, ഉറക്കമൊക്കെ നന്നായിരുന്നില്ലേ? ക്ഷീണമൊന്നുമില്ലാലോ? ഇന്ദ്രജ ചോദിച്ചു. ആ അമ്മേ, കുഴപ്പമൊന്നുമില്ല. അവൾ മറുപടി പറഞ്ഞെങ്കിലും അമ്മ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഇന്ദ്രജ ബെഡിലേക്കാണ് സൂക്ഷിച്ചു നോക്കിയത്. എന്നിട്ട് എന്തോ കണ്ടുകിട്ടിയതുപോലെ ഒന്ന് പുഞ്ചിരിച്ചു. ദീക്ഷ ബെഡിലേക്ക് നോക്കി. അപ്പോൾ അതിൽ ചോരപ്പാടുകൾ കണ്ടു. അതാണ് അമ്മ തിരഞ്ഞതെന്ന് അപ്പോൾ അവൾക്ക് മനസ്സിലായി. ഓ, അപ്പൊ ഇതിനായിരുന്നല്ലേ ഇന്നലെ രാത്രി എന്റെ കഴുത്തിൽ കടിച്ച് ചോര വീഴ്ത്തിയത്? ദീക്ഷയ്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഇന്ദ്രജ അവളുടെ അടുത്തേക്ക് വന്നു. മോളെ, നിനക്കറിയാലോ, ഒരു കാലത്ത് എന്റെ മോൻ വിക്രം എത്ര സുന്ദരനായിരുന്നെന്നോ. അവനെ ഒരിക്കൽ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ലെന്ന് എല്ലാവരും പറയുമായിരുന്നു. എന്നാൽ ആരുടെ കണ്ണ് തട്ടിയതാണോ എന്തോ ഒരു അസുഖം എന്റെ കുഞ്ഞിന്റെ രൂപം ഇങ്ങനെയാക്കി. എനിക്കതിൽ എത്ര സങ്കടമുണ്ടെന്നോ. എന്നാ ഈ വീട്ടിലൊരു പെൺകുട്ടി വന്ന എല്ലാം ശരിയാവുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. മോൾക്ക് അമ്മ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇന്ദ്രജ പറഞ്ഞു നിർത്തി. അപ്പോൾ ഈ അമ്മയ്ക്ക് പോലും അറിയില്ല മകൻ ഇപ്പോഴും സുന്ദരനാണെന്നും അവൻ ഒരു കുഴപ്പവുമില്ല എന്നും. സ്വന്തം അമ്മയിൽ നിന്നുപോലും അത് മറച്ചു പിടിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തോ കാരണമുണ്ടെന്ന് ദീക്ഷയ്ക്ക് മനസ്സിലായി. നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടണ്ട. അവൾ മറുപടിയായി ഒന്ന് മൂളി. ശരി മോളെ, എന്തായാലും നീ പെട്ടെന്ന് റെഡിയായി നിന്റെ തറവാട്ടിലൊന്ന് പോയിട്ട് വാ. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം വധൂവരന്മാര് കുടുംബത്തിലെ കാരണവന്മാരുടെ അനുഗ്രഹം തേടണം എന്നാണ്. വധുവും വരനും ഒരുമിച്ച് വധുവിന്റെ വീട്ടിൽ പോവുകയാണ് വേണ്ടത്. ഈ അവസ്ഥയില് വിക്രമിന് വരാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് മോള് പോയിട്ട് വാ, യാത്ര മുടക്കണ്ട. ഇന്ദ്രജിയുടെ വാക്കുകൾ കേട്ടതും ദീക്ഷയ്ക്ക് സന്തോഷം തോന്നി. തന്റെ അമ്മയെ കാണിച്ചു തരാം എന്ന കണ്ടീഷനിലാണല്ലോ കല്യാണത്തിന് സമ്മതിച്ചത്. കല്യാണം നടന്ന സ്ഥിതിക്ക് ഇനി അമ്മയെ കണ്ടുപിടിക്കണം, അതാണ് ലക്ഷ്യം. അതിന് വീട്ടിൽ പോണം. അവള് വേഗം ഒരുങ്ങി. നിന്റെ പേരൻസിനോട് ഞാൻ അന്വേഷിച്ചതായി പറയണം. പോയി പെട്ടെന്ന് വാ. എനിക്ക് നിന്നെ അധിക നേരം ഒന്നും കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ, വിക്രം പറഞ്ഞു. വിക്രം തകർത്ത് അഭിനയിക്കുകയാണല്ലോ, ദീക്ഷ മനസ്സിൽ കരുതി. എനിക്കും, അവൾ തിരിച്ചും പറഞ്ഞു. ഇന്ദ്രജിക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. എന്റെ മോനെ
ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു മരുമകളെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. സന്തോഷായി, ഇന്ദ്രജ ചിന്തിച്ചു. ഇന്ദ്രജ പോയതും ദീക്ഷ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൾ പുറത്തെ കാറിൽ കയറി വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലേക്ക് കയറി ചെന്നതും ദിയ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങി അവളെ ശ്രദ്ധിക്കാതെ ദീക്ഷ അകത്തേക്ക് നടന്നു. അല്ല, ആരിത്? മഠത്തിൽ തറവാട്ടിലെ കൊച്ചുതമ്പുരാട്ടിയോ? അടിയങ്ങളുടെ കുടിലിലേക്ക് വന്നാലും. ദിയ അവളെ കളിയാക്കി. അമ്മേ, ആരെയും വന്നിരിക്കുന്നെന്ന് നോക്കിയേ. എവിടെ എന്റെ അളിയൻ? ആ വീൽ ചെയറിൽ കിടന്ന് കറങ്ങുവാണോ? അതോ ആ സുന്ദരമായ മുഖം കണ്ണാടിയിൽ കണ്ട് രസിച്ചിരിക്കുകയാണോ? ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയില്ലേ? അതോ ഇരുട്ടത്ത് ആ മുഖം കണ്ട് പേടിച്ചോ? ദിയയ്ക്ക് നിർത്താൻ ഭാവമില്ലായിരുന്നു. ഇത് കേട്ടതും ദീക്ഷയ്ക്ക് നന്നായി ദേഷ്യം വന്നു. അവൾ ദിയയുടെ കവിളിൽ ആഞ്ഞടിച്ചു. ദിയ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നീട് ദീക്ഷയുടെ നേർക്കടുത്തു. അവിടെയുണ്ടായിരുന്ന വടിയെടുത്ത് ദീക്ഷയെ അടിക്കാനൊങ്ങി. ദീക്ഷ അവളുടെ കൈ പിടിച്ചുവെച്ചു. ദിയ വീണ്ടും മുന്നോട്ടെടുത്തു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ദിയ, എന്താ ഇത്? നിന്റെ ചേച്ചി വിവാഹം കഴിഞ്ഞ് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരികയാ. അവളോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? കൃഷ്ണകുമാർ അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്നിട്ട് ദിയയെ വഴക്കു പറഞ്ഞു. അവൾ വടി താഴേക്കിട്ട് അത്ഭുതത്തോടെ അച്ഛനെ നോക്കി. ദീക്ഷയും ആകെ അത്ഭുതപ്പെട്ടു നിന്നു. ഇവളെ ചെയ്തതെന്താന്ന് അച്ഛൻ കണ്ടില്ലല്ലോ? ദിയ ദേഷ്യത്തോടെ പറഞ്ഞു. വെറുതെയൊന്നും അവള് നിന്നെ അടിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതിനുള്ളത് എന്തേലും നീ ചെയ്തിട്ടുണ്ടാവും. സുധ സംസാരിച്ചു കൊണ്ടുവന്നു. ആദ്യമായിട്ടാണ് ആ വീട്ടിൽ നിന്നും ദീക്ഷയ്ക്കൊരു പിന്തുണ ലഭിക്കുന്നത്. ചെറുപ്പം മുതൽ അവർ രണ്ടുപേരും വഴക്കുകൂടുമ്പോ ദീക്ഷയെയായിരുന്നു എല്ലാവരും ചീത്ത പറഞ്ഞിരുന്നത്. ദിയയെ ആരും ഒന്നും പറയില്ല. എത്രയോ തവണ ദിയ ചെയ്ത പലതിനും താൻ അടി വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അവൾ ഒന്നും മിണ്ടിയില്ല. ഇപ്പോഴത്തെ ഈ സപ്പോർട്ടിനെല്ലാം പിറകിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് അവൾക്കറിയാം. നീ ഇരിക്കും മോളെ. എങ്ങനെയുണ്ട് നിന്റെ പുതിയ വീട്? നിന്റെ അമ്മായിയമ്മയൊക്കെ സുഖായിരിക്കുന്നോ? വിശേഷങ്ങളൊക്കെ പറഞ്ഞേ. ഞങ്ങള് നിന്നെ കാത്തിരിക്കുകയായിരുന്നു. സുധ അവളെ പിടിച്ചിരുത്തി. ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് സുധ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ദീക്ഷയ്ക്ക് ഉള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാം നല്ലതാണ്. വിക്രം വളരെ നല്ല മനുഷ്യനാണ്. എന്നെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞ എന്തും കേൾക്കും അദ്ദേഹം. ഉദാഹരണത്തിന്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹം കാണിക്കുന്നവരുമായി ഒരു ബന്ധവും പാടില്ലെന്ന് ഞാൻ പറഞ്ഞ അപ്പൊ തന്നെ എല്ലാ ബന്ധങ്ങളും മുറിച്ചുമാറ്റി എന്നെ മാത്രം ചേർത്ത് നിർത്തും. പരിഹാസം കലർന്ന സ്വരത്തിൽ ദീക്ഷ പറഞ്ഞു. അത് കേട്ടതും അതിന്റെ പൊരുൾ കൃഷ്ണകുമാറിനും സുധയ്ക്കും മനസ്സിലായിരുന്നു. ദീക്ഷയുടെ ഭാവം മാറി. അവൾ ഉറച്ച ശബ്ദത്തിൽ തുടർന്നു. നിങ്ങൾ എന്റെ അച്ഛൻ തന്നെയാണോ? ഇത്ര വർഷമായി എന്നെ എവിടെയിട്ട് കഷ്ടപ്പെടുത്തുന്നു. എന്നെങ്കിലും എല്ലാം ശരിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നിട്ട് അവസാനം നിങ്ങളുടെയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം എന്നെ വിവാഹവും കഴിപ്പിച്ചു. ദീക്ഷ ദിയയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഞാൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയോന്നല്ല നീ ചോദിച്ചത്? ഇത് നോക്ക്, ആ മൃഗം ഇന്നലെ എന്നെ കടിച്ച് മുറിപ്പെടുത്തിയതാ. നിങ്ങൾക്കൊക്കെ ഇപ്പൊ സന്തോഷായല്ലോ? ദീക്ഷ അവളുടെ കഴുത്തിലെ മുറിപ്പാട് കാണിച്ചിട്ട് പറഞ്ഞു. മോളെ, ഒരു വിവാഹ ജീവിതമാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. നീ അവനെക്കുറിച്ച് ആവശ്യമില്ലാത്തത് ചിന്തിച്ചിട്ടാ. നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാം ശരിയാവും മോളെ. കൃഷ്ണകുമാർ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ശരിയാവോന്നോ? എന്ന് ശരിയാവും? എല്ലാം അറിഞ്ഞിട്ട് എന്നെ ഈ നരകത്തിലേക്ക് തള്ളിവിട്ടത് നിങ്ങൾ തന്നെയല്ലേ? ഓക്കെ, അത് വിട്ടേക്ക്. എന്റെ അമ്മ എവിടെ? ആ കണ്ടീഷനിലാണല്ലോ ഞാൻ ഇതിനെല്ലാം തലവെച്ച് തന്നത്. ദീക്ഷയുടെ ശബ്ദമിടറി. അത് മോളെ, തൽക്കാലം ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. നീ സമാധാനത്തോടെ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. സമയാവുമ്പോ നീ എല്ലാം അറിയും, കൃഷ്ണകുമാർ പറഞ്ഞു. ഇത് കേട്ടതും ദീക്ഷ ആകെ ഞെട്ടിപ്പോയി. പറയാൻ സാധിക്കില്ലെന്നോ? അതെന്താ? എല്ലാം പറഞ്ഞിട്ടല്ലേ ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത്. എന്നിട്ടിപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിക്രമിനെ ഡിവോഴ്സ് ചെയ്യും. ദീക്ഷ അവിടെ നിന്നും എഴുന്നേറ്റു. ഇപ്പോ എന്റെ മോൾ ഒന്നും ചെയ്യില്ല. നിനക്കതിന് സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും നീ ചെയ്താ പിന്നെ ഒരിക്കലും നീ നിന്റെ അമ്മയെ കാണില്ലടി. കൃഷ്ണകുമാർ അവളെ ഭീഷണിപ്പെടുത്തി. ദീക്ഷ ആകെ ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലായി അവൾ.
എല്ലാം സമ്മതിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ വീണ്ടും വാക്കുമാറുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തന്റെ അമ്മയെ കണ്ടെത്താൻ ഇനിയും കടമ്പകൾ കടക്കണമെന്നോ? അവൾ ദേഷ്യവും സങ്കടവും കൊണ്ട് വിറച്ചു. ഈ വിവാഹം നടന്ന എന്റെ അമ്മയെ കാട്ടിത്തരാന്നായിരുന്നില്ലേ നമ്മുടെ തമ്മിലുള്ള വ്യവസ്ഥ? എന്നിട്ടെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, അത് അങ്ങനെയായിരുന്നു മുമ്പ് വ്യവസ്ഥ. എന്നാ ഇപ്പൊ എനിക്ക് അതിലൊരു മാറ്റം വരുത്തണമെന്ന് തോന്നി. നീ വിക്രമിനെ കൊണ്ട് ഒരു കരാറിൽ ഒപ്പുവെപ്പിക്കണം. വർഷങ്ങളായി ഞാൻ കാത്തിരുന്നിട്ടും നടക്കാതെ പോയൊരു കരാറത്. നടന്നാ നിന്റെ അമ്മയെ ഞാൻ കാണിച്ചു തരും. അതുവരെ നിന്റെ അമ്മ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അത് ഓർമ്മിച്ച നിനക്ക് നല്ലത്. അത് പറഞ്ഞ് കൃഷ്ണകുമാറും സുധയും അവിടെ നിന്നും പോയി. ദീക്ഷ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അയാളുടെ ഭാര്യ പദവി തുടരുക എന്നതല്ലാതെ ഇനി മറ്റു മാർഗമൊന്നുമില്ല എന്നവൾക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് എന്റെ അമ്മയെ കണ്ടെത്തണം. അവൾ അവളുടെ മുറിയിലേക്ക് പോയി. ഇതേ സമയം ദിയ മറ്റൊരു പ്ലാനിങ്ങിലായിരുന്നു. അന്ന് ഹോട്ടൽ ഇംപീരിയലിൽ വെച്ച് നടക്കാതെ പോയത് ഇന്നിവിടെ നടത്തണം. ദീക്ഷയുടെ മുറിയിൽ കയറി അവളെ ആക്രമിക്കാൻ ദിയ 4 പേരെ ഏർപ്പാടാക്കിയിരുന്നു. വിക്രമിനെ പോലെ ഒരാളെയാണ് ദീക്ഷ കല്യാണം കഴിച്ചത് എന്നതിൽ അവൾക്ക് സന്തോഷമുണ്ടെങ്കിലും അതുപോലൊരു വലിയ കുടുംബത്തിലെ മരുമകളായി ദീക്ഷ എത്തിപ്പെട്ടതിൽ അവൾക്ക് വല്ലാതെ കുശുമ്പുമുണ്ട്. എങ്ങനെയെങ്കിലും ദീക്ഷയുടെ ജീവിതം തകർക്കുക എന്നതാണ് അവളുടെ ലക്ഷ്യം. ദിയ ഫോണെടുത്ത് ആ ഗുണ്ടകളെ വിളിച്ചു. ഇതേ സമയം ദീക്ഷ മുറിയിലേക്ക് പോയി. അവൾ ഒരു ബാഗ് എടുത്ത് തന്റെ സാധനങ്ങളെല്ലാം തന്നെ അതിൽ നിറയ്ക്കാൻ തുടങ്ങി. ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. പൊതുവെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞ സ്വന്തം വീട്ടിലേക്ക് വരിക എന്നത് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. ദിവസങ്ങൾ എണ്ണി അവൾ കാത്തിരുന്ന് വരുമ്പോ അവളെ സ്വീകരിക്കാൻ വീട്ടുകാരും സന്തോഷത്തോടെ നിൽക്കും. എന്നാൽ തന്നെ സംബന്ധിച്ച് അത് നേരെ മറിച്ച. തന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കില് ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു അവസ്ഥ. ആലോചിച്ചപ്പോ അവൾക്ക് സങ്കടം തോന്നി. ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇതിനേക്കാളും നല്ലത് വിക്രമിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നതാ. അവിടുത്തെ അമ്മ സ്നേഹമുള്ള ആളാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടത്തേക്കാൾ ഭേദമായിരിക്കും വേറെ എവിടെയും. ദീക്ഷ എന്തൊക്കെയോ ചിന്തിച്ചു ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് മുറിയിലേക്ക് ആരൊക്കെയോ കയറിയതുപോലും അവൾ അറിഞ്ഞില്ല. ഇവിടെ ഒറ്റയ്ക്ക് ബാഗ് പാക്ക് ചെയ്യാണോ നീ? ഞാൻ സഹായിക്കണോ? കുറെ കാലായല്ലോ നിന്നെ കണ്ടിട്ട്. പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഒരാള് തന്റെ മുറിയിലേക്ക് കയറിയിരിക്കുന്നു. അയാളെ കണ്ട് അവൾ ഞെട്ടി. രാഘു, നീയോ? നീ എന്താ ഇവിടെ എന്റെ മുറിയില്? ദീക്ഷയ്ക്ക് രാഘവനെ വർഷങ്ങളായിട്ടറിയാം. ദീക്ഷയുടെ അച്ഛൻ കൃഷ്ണകുമാറിന്റെ കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു രാഘവ്. ദീക്ഷയ്ക്ക് അവനെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. വീട്ടിലേക്ക് വരുമ്പോഴെല്ലാമുള്ള അയാളുടെ നോട്ടം അവളിൽ അസ്വസ്ഥതയുണ്ടാക്കി. സത്യത്തിൽ അയാൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഒരിക്കൽ മയക്കുമരുന്നിന് പണം തികയാതെ വന്നപ്പോ തന്റെ വീട്ടിൽ നിന്നും അയാൾ പണം മോഷ്ടിക്കുന്നത് ദീക്ഷ കണ്ടു. അവളത് അച്ഛനോട് പറഞ്ഞു. അതോടെ അയാളുടെ ജോലി പോയി. അതിനുശേഷം ഇന്നാണ് അയാളെ കാണുന്നത്. ദീക്ഷ ആകെ പേടിച്ചുപോയി. നിങ്ങൾ ആരെയും മുറിയിലേക്ക് കടത്തിവിട്ടെ, ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ദീക്ഷ അയാളോട് അലറി. ഞാൻ നിന്റെ വിവാഹം കഴിഞ്ഞതറിഞ്ഞിട്ടേ അഭിനന്ദിക്കാൻ വന്നതാ. അയ്യോ, പക്ഷെ പാവം ആളൊരു വികലാംഗനാണല്ലേ. സാരമില്ല, എല്ലാം നമുക്ക് ശരിയാക്കാന്നേ. അതും പറഞ്ഞ് രാഘവ് അവളുടെ അടുത്തേക്ക് വന്നു. അയാളുടെ ഉദ്ദേശം മനസ്സിലാക്കിയതും അവൾ പുറകോട്ടു മാറി. അവൻ അവളുടെ തോളിൽ കൈവച്ച് പൈശാചികമായി ഒരു ചിരിയോടെ പറഞ്ഞു, അപ്പോ നമുക്ക് തുടങ്ങാം. നിനക്ക് ഇത്ര ധൈര്യോ? സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ ദീക്ഷയുടെ അടുത്തേക്ക് നീങ്ങി. മറ്റു 3 പേർ അവളെ എല്ലാ ഭാഗത്തു നിന്നും വളയാൻ തുടങ്ങി. കണ്ണിമ വെട്ടുന്ന നിമിഷത്തിൽ ദീക്ഷ അവരുടെ കയ്യിലായി. മൂവരും ചേർന്ന് അവളെ നിഷ്കരുണം പിടിച്ചു നിർത്തി. ഒരാൾ ദീക്ഷയുടെ കൈ വളച്ച് അവളുടെ മുഖം നിലത്തേക്ക് താഴ്ത്തി. അപ്പോഴും ദീക്ഷ സ്വയം മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നെ വിട്, എന്നെ വിടൂ. അവള് അലറിക്കരഞ്ഞു. എന്നാ അവൾ അവരെ ബെഡിലേക്ക് തള്ളിയിട്ടു. പെട്ടെന്ന് മുറിയുടെ ഡോറിൽ ഒരു ശബ്ദം കേട്ടു. അവളെ വിടടാ.
ഒരു വലിയ ശബ്ദം അവിടെ മുഴങ്ങി. എല്ലാവരും തിരിഞ്ഞു നോക്കി. അവിടെ വീൽചെയറിൽ ഒരാൾ ഇരിക്കുന്നു. വീൽചെയർ പിടിച്ചുകൊണ്ട് പ്രായമായ മറ്റൊരാളും. വിക്രമിനെ കണ്ടതും ദീക്ഷ ആശ്വാസത്തോടെ എഴുന്നേറ്റു. അവൾ അവരെയെല്ലാം തള്ളിമാറ്റി വിക്രമിന്റെ അടുത്തേക്കോടി. അവൾക്ക് എവിടെ നിന്നോ ഒരു ധൈര്യം കയറി വരുന്നത് പോലെ തോന്നി. മഠത്തിൽ തറവാട്ടിലെ വിക്രമിന്റെ ഭാര്യയെ തൊടാൻ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നടാ? ആര് പറഞ്ഞയച്ചതാ നിന്നെയൊക്കെ? വിക്രം ഉറക്കെ വിളിച്ചു ചോദിച്ചു. അവന്റെ കണ്ണുകളിൽ അപ്പോൾ കണ്ട ആ തിളക്കം ദീക്ഷയ്ക്ക് ധൈര്യം നൽകി. ശബ്ദം കേട്ട് പെട്ടെന്ന് പേടിച്ചിരുന്ന ആ ഗുണ്ടകൾ വീൽചെയറിലിരിക്കുന്ന വിക്രമിനെയും അത് തള്ളിക്കൊണ്ടു നിന്ന പ്രായമായ അവന്റെ ജോലിക്കാരനെയും കണ്ടപ്പോൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ആണോ? എന്നാ ഈ ഭർത്താവ് വന്ന് ഭാര്യയെ രക്ഷിച്ചോണ്ട് പോയാട്ടെ, ഞങ്ങളിവിടെ വെറുതെ നിൽക്കാം. അവർ അവനെ കളിയാക്കി ചിരിച്ചു. എന്നിട്ട് വീണ്ടും ദീക്ഷയുടെ കയ്യിൽ കയറി പിടിച്ചു വലിച്ചു. എന്നാ ഇത് പറഞ്ഞയുടനെ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. കണ്ണിമ വെട്ടുന്ന സമയം അവരെല്ലാവരും നിലത്ത് കിടന്നു, അനങ്ങുക പോലും ചെയ്യാതെ. അബോധാവസ്ഥയിലാണോ മരിച്ചതാണോ എന്ന് വ്യക്തമല്ല. എന്താണ് അവിടെ നടന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. വിക്രമാണത് ചെയ്തതെന്ന് ദീക്ഷയ്ക്ക് മനസ്സിലായി. എന്നാ അവൻ എങ്ങനെ ചെയ്തു എന്ന് അവൾക്കും വ്യക്തമായില്ല. അവൾ ഒന്നും മനസ്സിലാവാതെ വിക്രമിന്റെ മുഖത്തേക്ക് നോക്കി. ഞങ്ങളുടെ കുടുംബത്തിൽ ഇനിയും നീ അറിയാത്ത ഒരുപാട് രഹസ്യമുണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് എന്താ ഏതാന്നൊന്നും ഒരുപാട് ചിന്തിക്കണ്ട. അവളുടെ ചിന്ത മനസ്സിലാക്കിയതുപോലെ വിക്രം പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞ് അയാളുടെ വീൽചെയറിൽ പിടിച്ചു നിൽക്കുന്ന ഡ്രൈവറായ മധുവിനോട് പറഞ്ഞു, ആ നിലത്ത് കിടക്കുന്നവരുടെയൊക്കെ കൈയങ്ങ് വെട്ടി അരിഞ്ഞേക്ക്. പിന്നെ അവരുടെ ആ വൃത്തികെട്ട ശരീരഭാഗവും. ഇനി ഒരു പെണ്ണിന്റെ മുമ്പിലും ആണാണെന്ന് പറഞ്ഞു നിൽക്കാൻ ഇവർക്കാവരുത്. അയാൾ അപ്പോൾ തന്നെ കത്തിയുമായി അവർക്ക് നേരെ പോയി. ദീക്ഷ ഇതെല്ലാം കണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു. നിനക്കിനി അതും കൂടി കാണണോ? വിക്രം ദേഷ്യത്തോടെ ദീക്ഷയോട് ചോദിച്ചു. വേണ്ട, അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു. എന്നാ നമുക്ക് പോവാം. ദീക്ഷ ആ വീൽചെയർ ഉന്തിക്കൊണ്ട് വിക്രമുമായി പുറത്തേക്ക് നടന്നു. ആദ്യമായിട്ടാണ് ഈ ലോകത്ത് ഒരാൾ തനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത്. അവൾക്ക് വിക്രമിനോടുള്ള ബഹുമാനവും ഇഷ്ടവും കൂടി. അദ്ദേഹത്തിന് എന്നോടുള്ള താല്പര്യം കൊണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്തത്. അവൾ പെട്ടെന്ന് വീൽചെയർ നിർത്തി. എന്നിട്ട് കുനിഞ്ഞ് വിക്രമിനെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു. ഇന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. നിങ്ങൾ എന്റെ മാനം രക്ഷിച്ചു. അത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. നീ ഞങ്ങളുടെ കുടുംബത്തിലെ മരുമകളാണ്. കുടുംബത്തിന് മാനഹാനി വരുന്നതെന്തും ഞാൻ തടയും, അത്രയുള്ളൂ. വിക്രം വളരെ പരുഷമായി മറുപടി പറയുകയും ദീക്ഷയോട് മുന്നോട്ടു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ദീക്ഷ എഴുന്നേറ്റ് വീണ്ടും വീൽചെയർ തള്ളാൻ തുടങ്ങി. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, തന്നോടുള്ള ഇഷ്ടം കൊണ്ടു കൂടിയാണ് വിക്രം അത് ചെയ്തതെന്ന് അവൾ ആലോചിച്ചു. അപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൾ സ്നേഹത്തോടെ അവനെ നോക്കിയപ്പോൾ സുധ മുതലക്കണ്ണീരുമായി അങ്ങോട്ടേക്ക് വന്നു. അയ്യോ, എന്താ എന്റെ മോക്ക് സംഭവിച്ചത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ആരൊക്കെ നിന്റെ മുറിയിലേക്ക് വന്നേ? എന്നിട്ട് എന്റെ പൊന്നുമോക്കൊന്നും പറ്റിയില്ലല്ലോ. കൃത്യസമയത്ത് മോൻ വന്നോണ്ട് രക്ഷപ്പെട്ടു. വളരെ നന്ദിയുണ്ട്. ദീക്ഷയ്ക്ക് വർഷങ്ങളായി ഈ നാടകം നല്ല പരിചിതമായിരുന്നു. എന്തേലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പുറത്തേക്ക് വരുന്ന പൂങ്കണ്ണീരായത്. അവൾക്കത് കണ്ടിട്ട് വെറുപ്പ് തോന്നി. നിങ്ങളുടെ ഈ നാടകം ഒന്ന് നിർത്താവോ? കാലങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ദീക്ഷ പറഞ്ഞു. എന്നെ കളിയാക്കുന്ന ശീലം നിനക്ക് ഇപ്പോഴും നിർത്താനായില്ലല്ലേ? പണ്ട് മുതലേ നീ ഇങ്ങനെ തന്നെയാ. സുധ വിക്രമിനെ നോക്കി മെല്ലെ വിഷയം മാറ്റാനായി പറഞ്ഞു. മോന് കേക്കണോ? ഞാൻ ഇവളുടെ രണ്ടാനമ്മയാണെങ്കിലും ദിയയെയും ഇവളെയും ഞാൻ ഒരുപോലെ കണ്ടിട്ടുള്ളത്. യാതൊരു വിവേചനവും ഇന്ന് വരെ ഞാൻ കാണിച്ചിട്ടില്ല. ഒരുപാട് സ്നേഹം നൽകിയാ ഞാൻ ഇവളെ വളർത്തിയത്. അതിവളുടെ സ്വഭാവത്തിൽ കാണാനുണ്ട്. എല്ലാം എന്റെ മോന്റെ ഭാഗ്യ.
വിക്രമിനെ സോപ്പിട്ട് കുപ്പിയിലാക്കാനാണ് ഇവരുടെ ശ്രമമെന്ന് ദീക്ഷയ്ക്ക് മനസ്സിലായി. അവൾ എന്തോ പറയാൻ വന്നെങ്കിലും അമ്മയെ ഓർത്ത് അവൾ മിണ്ടാതിരുന്നു. തന്റെ അമ്മയെ കിട്ടുന്നതുവരെ ഇവരെ സഹിച്ചേ പറ്റൂ. സിനിമയിൽ അഭിനയിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിക്രം അവരോട് ചോദിച്ചു. അതെന്താ മരുമോനെ, സിനിമയും ഞാനും? സുധയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അല്ല, മലയാള സിനിമയിൽ ഇപ്പോ കുറെ സ്വഭാവ നടിമാരുടെ കുറവുണ്ട്. നിങ്ങൾ പോയാ അതൊക്കെ ഒന്ന് ഫില്ലാക്കാമായിരുന്നു. അമ്മാതിരിയല്ലേ അഭിനയം, എന്തൊക്കെയാ ഭാവങ്ങള്. ഇതൊക്കെ വെറുതെ ഇവിടെ എന്റെ മുമ്പിൽ അഭിനയിച്ച് പാഴായി പോവാണല്ലോന്ന് ഓർത്ത് ചിന്തിച്ചു പറഞ്ഞതാ. വിക്രം പറഞ്ഞതും സുധയുടെ മുഖം ആകെ വിളറി വെളുത്ത പോലെയായി. ഇത് കേട്ടതും ദീക്ഷ ചിരിച്ചുപോയി. അപ്പോൾ അവിടേക്ക് കൃഷ്ണകുമാർ കടന്നു വന്നു. അല്ല, ആരാ ഇത്, മരുമോനോ? നീ എപ്പ വന്നു? കുറച്ചു മുന്നേ 4 പുരുഷന്മാർ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വെച്ച് നിങ്ങളുടെ മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. വിക്രം ദേഷ്യത്തോടെ അയാളെ നോക്കി പറഞ്ഞു. അതെ, ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ദൂരേക്ക് നോക്കി കൃഷ്ണകുമാർ പറഞ്ഞു. എന്നിട്ടും നിന്റെ മകളുടെ മുറിയിലേക്ക് പോകുന്നതിന് പകരം എന്നെ കാണാനാണല്ലോ വന്നത്. നിങ്ങൾക്ക് നാണമല്ലേ? നിങ്ങളൊക്കെ ഒരു അച്ഛനല്ലേ? വിക്രം പറഞ്ഞു. അവൻ തന്റെ പക്ഷം ചേർന്ന് പറയുന്നത് കേട്ട് ദീക്ഷയ്ക്ക് സന്തോഷം തോന്നി. അവൾ അഭിമാനത്തോടെ അവനോട് ചേർന്ന് നിന്നു. ഇത് കേട്ട് പരിഭ്രാന്തനായ കൃഷ്ണകുമാർ പറഞ്ഞു. അല്ല മരുമോനെ, നീ എന്നെ തെറ്റിദ്ധരിച്ചതാ. പറഞ്ഞ വാചകം മുഴുവനാക്കാൻ സമ്മതിക്കാതെ വിക്രം ഇടയിൽ കയറി. എന്റെ ഭാര്യയെ ബഹുമാനിക്കാത്ത ഒരു വീടിന്റെ മരുമകനാകാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങളുടെ സ്വന്തം മകളോട് ഇത് ചെയ്യാൻ ഈ ഗുണ്ടകളെ ധൈര്യപ്പെട്ടത് നിങ്ങളുടെ ബലഹീനതയുടെ തെളിവാ, വിക്രം മടി കൂടാതെ പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് ദീക്ഷ മനസ്സിൽ തുള്ളിച്ചാടി. വർഷങ്ങളായി താൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ തന്റെ ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിനുള്ളിൽ ഇതിനെല്ലാം പിന്നിൽ ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ മുകളിലുള്ള മുറിയിൽ കിടക്കുന്ന പുരുഷന്മാരോട് ചെയ്തത് തന്നെ ഞാൻ നിങ്ങളോടും ചെയ്യും, വിക്രം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? ദയവ് ചെയ്ത് ഞങ്ങളോട് ഈ ഒരു ക്രൂരത ചെയ്യരുത്, സുധ യാചനയോടെ പറഞ്ഞു. ഇത് ക്രൂരതയല്ല, ഇതെന്റെ ഭാര്യയ്ക്കുള്ള നീതിയാ, വിക്രം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ദീക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന് വേണ്ടിയാണ് താൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് വിക്രം അവളോട് വ്യക്തമായി പറഞ്ഞിരുന്നുവെങ്കിലും അവൾ അവനോട് വളരെയധികം കടപ്പെട്ടിരുന്നു. തനിക്കു വേണ്ടി ആരും ഇന്നേ വരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അവൾ നന്ദിയോടെ വിക്രമിനെ നോക്കി. അപ്പോഴേക്കും വിക്രം ഏൽപ്പിച്ച പണികൾ തീർത്ത് മധുവും വന്നിരുന്നു. വാ, എന്നാ നമുക്ക് പോവാം. വിക്രമിന്റെ ശബ്ദം കേട്ടതും ദീക്ഷ പെട്ടെന്ന് ചിന്തയിൽ നിന്നും ഉണർന്നു. അവർ 3 പേരും കൂടി അവിടെ നിന്നിറങ്ങി കാറിൽ കയറിപ്പോയി. ഇതേ സമയം കൃഷ്ണകുമാറും സുധയും പേടിയോടെ പരസ്പരം നോക്കി. വിക്രം അവർ വിചാരിച്ച പോലെയല്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്നാലും ആരായിരിക്കും ആ മുറിയിലേക്ക് വന്നോര്? ആരയച്ചതായിരിക്കും? സുധ പരിഭ്രമത്തോടെ ചോദിച്ചു. കൃഷ്ണകുമാർ അറിയില്ല എന്ന ഭാവത്തിൽ തലയാട്ടി. അവർ അകത്തേക്ക് പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ദിയ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്കാകെ ദേഷ്യവും നിരാശയും തോന്നി. ഒരിക്കൽ കൂടി തന്റെ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. അവൾ പല്ലെറിഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അതേസമയം കാറിൽ വിക്രമിനോടൊപ്പം പോവുകയായിരുന്ന ദീക്ഷ അവനെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു. ഇയാളെ ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും എങ്ങനെ അദ്ദേഹം കൃത്യസമയത്ത് അവിടെ എത്തി? എന്തായാലും അതുകൊണ്ട് ആ വലിയൊരു ആപത്തിന്ന് ഞാൻ ഇന്ന് രക്ഷപ്പെട്ടത്. ദീക്ഷ അങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കെ വിക്രം പെട്ടെന്ന് മധുവിനോട് പറഞ്ഞു. വണ്ടി ഒന്ന് നിർത്ത്. മധു കാർ ഒന്ന് ഒതുക്കി. നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നേ, ഞങ്ങൾക്കൊന്ന് തനിച്ച് സംസാരിക്കണം. മധു വണ്ടിയിൽ നിന്നിറങ്ങി മാറി നിന്നു. മധു പോയതും വിക്രം മുഖത്തു നിന്നും മാസ്ക് അഴിച്ചു മാറ്റി. അപ്പോൾ വീണ്ടും വിക്രമിന്റെ സുന്ദരമായ മുഖം ദീക്ഷ കണ്ടു. മധു അത് കാണാതിരിക്കാനാണ് അയാളോട് പുറത്തിറങ്ങി നിൽക്കാൻ അവൻ ആവശ്യപ്പെട്ടതെന്ന് ദീക്ഷയ്ക്ക് മനസ്സിലായി. വിക്രം തന്റെ യഥാർത്ഥ മുഖം തന്റെ മുമ്പിൽ മാത്രമാണ് കാണിക്കുന്നത്.
അതെന്തിനാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. ഇതിപ്പോ എന്തിനാണാവോ കാറ് നിർത്തിയത്? ദീക്ഷ എന്താണെന്ന ഭാവത്തിൽ വിക്രമിനെ നോക്കി. അവൻ ബാഗ് തുറന്ന് കുറച്ച് പേപ്പേഴ്സ് പുറത്തെടുത്തു. ഇതിലൊന്ന് സൈൻ ചെയ്യ. അയാൾ അവൾക്ക് നേരെ നീട്ടിയ ഡോക്യുമെന്റ്സിലേക്ക് നോക്കി ദീക്ഷ ചോദിച്ചു, ഇതെന്താ? 100 ദിവസത്തേക്കുള്ള നമ്മുടെ വിവാഹ കരാർ. വിവാഹ കരാറോ? ഞെട്ടലോടെ അവൾ വിക്രമിനെ നോക്കി. അതെ, വിവാഹ കരാർ. അത്ഭുതപ്പെടണ്ട, നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഒപ്പിടുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. പിന്നെ ഈ കരാറ് പൂർത്തിയാകുന്നതോടെ മരണം വരെ ആഡംബരത്തിലും സുഖത്തിലും ജീവിക്കാനുള്ള അത്ര സമ്പത്ത് ഞാൻ നിനക്ക് തരും. അതുവരെ നീ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാം തികഞ്ഞൊരു മരുമകളായിരിക്കും. എന്റെ അമ്മയെ വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് പേടി വേണ്ട. ഗൗരവത്തോടുകൂടി വിക്രം പറഞ്ഞു. ദീക്ഷയ്ക്ക് വിക്രമിനെ മനസ്സിലാവാത്തതുപോലെ നോക്കി നിന്നു. കുറച്ചു മുമ്പ് എന്നെ ആക്രമിച്ച ഗുണ്ടകളെ നിഷ്കരുണം തകർത്തത് എനിക്ക് വേണ്ടി എന്റെ പേരൻസിനോട് സംസാരിച്ച ആ വിക്രം തന്നെയാണോ ഈ പറയുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ദീക്ഷയുടെ ആ ചോദ്യത്തിന് മറുപടി നൽകാൻ താല്പര്യമില്ലാത്തതുപോലെ അയാൾ തുടർന്നു. മര്യാദയ്ക്ക് ഒപ്പിട്, ഇല്ലെങ്കിൽ തിരിച്ച് നിനക്ക് നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കാത്ത, സുരക്ഷിതമല്ലാത്ത അവിടേക്ക് തിരിച്ചു പോവാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഇതും പറഞ്ഞ് ഒരു പേനയെടുത്ത് വിക്രം ദീക്ഷയ്ക്ക് നേരെ നീട്ടി. വിക്രമിന്റെ പെരുമാറ്റം ദീക്ഷയെയും അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇയാൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? അവൾ ഈർഷ്യയോടെ ഡോക്യുമെന്റ് വാങ്ങി പറഞ്ഞു. നിങ്ങളെന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, ഞാനിതിൽ ഒപ്പിട്ട് തരാം. അത് നിങ്ങളെ പേടിച്ചിട്ടാണെന്ന് വിചാരിക്കണ്ട. ശരിയാ, എന്റെ ഗതികേടുകൊണ്ടാ ഈ വിവാഹത്തിന് എനിക്ക് ഒരു താല്പര്യം ഇല്ലാഞ്ഞിട്ടും എതിർക്കാതെ ഞാൻ നിങ്ങൾക്ക് കഴുത്ത് നീട്ടി തന്നത്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട, വിഷമിക്കണ്ട. 100 ദിവസമല്ലേ, ഞാൻ നിങ്ങളുടെ അമ്മയുടെ മുമ്പില് നല്ലൊരു മരുമകളായിട്ട് നിൽക്കാം, പോരെ? അത് പറഞ്ഞ് അവൾ അതിലൊപ്പിട്ടു. തന്റെ ഭീഷണിയെ വകവെക്കാതെ പെട്ടെന്ന് തന്നെ ദീക്ഷ കരാറിൽ ഒപ്പുവെച്ചത് കണ്ടപ്പോൾ വിക്രമിന് അത്ഭുതമായി. ദീക്ഷ തുടർന്നു. പിന്നെ ഇനിയിപ്പോ തന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ ജോലിക്ക് പോകണം. ഈ വേഷത്തിൽ എനിക്ക് അവിടെ പോവാൻ കഴിയില്ല. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഈ കാറിന്റെ പിൻസീറ്റിലിരുന്ന് ഒന്ന് വസ്ത്രം മാറിക്കോട്ടെ. നീ എവിടേക്ക് വേണമെങ്കിലും പൊക്കോ. ഈ ദിവസങ്ങളിൽ കറക്റ്റായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ മാത്രം മതി. വിക്രം അത് സമ്മതിച്ചു. ദീക്ഷ അവളുടെ ബാഗ് തുറന്ന് വസ്ത്രം പുറത്തേക്കെടുത്തു. അവൾ സംശയത്തോടെ വിക്രമിനെ ഒന്ന് നോക്കി. ഓ, മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ എന്തിനു നിന്നെ നോക്കണം? ഞാൻ തിരിഞ്ഞു നിന്നേക്കാം. അവൻ തിരിഞ്ഞിരുന്നു. ദീക്ഷ പുറകിലെ സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് വസ്ത്രം മാറാൻ തുടങ്ങി. അവളുടെ ഗന്ധം വിക്രമിനെ ഭ്രമിപ്പിക്കുന്നുണ്ടായിരുന്നു. അവളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ മനസ്സ് വെമ്പിയെങ്കിലും അയാൾ അത് ചെയ്തില്ല. പക്ഷെ അവളുടെ ഗന്ധം അയാളെ ചിലത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ ഗന്ധം തന്നെ എപ്പോഴും അവളിലേക്ക് അടുപ്പിക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിനെ അവൻ പിടിച്ചുകെട്ടി. അവൾ വസ്ത്രം മാറാൻ കുറച്ചുകൂടെ സമയം എടുത്തിരുന്നെങ്കിൽ അവന്റെ മനസ്സ് കൈവിട്ടു പോയേനെ. ദീക്ഷ വസ്ത്രങ്ങൾ മാറി കാറിൽ നിന്നിറങ്ങി മുന്നിലേക്ക് വന്നു. ഞാൻ ഇവിടെ ഇറങ്ങുക, ഇവിടുന്ന് ഞാൻ തനിച്ചു പൊക്കോളാം, അവൾ പറഞ്ഞു. ശരി, വിക്രം പറഞ്ഞു. ദീക്ഷ പോയതും വിക്രം വേഗം മാസ്ക് എടുത്ത് അയാളുടെ മുഖത്തിട്ടു. ദീക്ഷ കാറിൽ നിന്നും ഇറങ്ങി പോകുന്നത് കണ്ട് ഡ്രൈവർ മധു ആകെ അത്ഭുതപ്പെട്ടു. അയാൾ അവളോട് ചോദിച്ചു, മാഡം, നിങ്ങൾ എങ്ങോട്ടേ പോകുന്നേ? ജോലിക്ക്, ദീക്ഷ മറുപടി പറഞ്ഞു. ജോലിക്കോ? എന്തിന്? ഈ കാണുന്നതൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ, പിന്നെ ഈ ഒരു ജോലി വേണോ മാഡം? മധുവിന് വിശ്വസിക്കാനായില്ല. ഒന്നും ശാശ്വതമല്ല മധു, ഈ ബാഗ് മാത്ര ഇപ്പൊ എന്റെ സ്വന്തം, എനിക്കും ജീവിക്കണ്ടേ? അതും പറഞ്ഞ് ദീക്ഷ നടന്നുപോയി. മധുവിനൊന്നും മനസ്സിലായില്ല. അവൾ പോകുന്നതും നോക്കി മധു മെല്ലെ കാറിനകത്തേക്ക് കയറി. എന്നിട്ട് അയാൾ കാറ് സ്റ്റാർട്ട് ചെയ്തു പോയി. മറുവശത്ത് മാളിയേക്കൽ വീട്ടിൽ ദീക്ഷയുടെ അച്ഛൻ കൃഷ്ണകുമാറും സുധയും ദീക്ഷയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അവരുടെ ആദ്യത്തെ സംശയം ദിയയെ തന്നെയായിരുന്നു.
ദീക്ഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനായി അവർ ദിയയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ഇന്നിവിടെ സംഭവിച്ചതിനൊക്കെ പുറകില് നീ തന്നെ ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. സത്യം പറ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല അച്ഛാ. ഞാനും ഇപ്പോഴാ കാര്യങ്ങളെല്ലാം അറിയുന്നേ. ദിയയുടെ മറുപടിയിൽ തൃപ്തി വരാതെ കൃഷ്ണകുമാർ വീണ്ടും കയർത്തു. അവളെ ദ്രോഹിക്കാൻ നീ രണ്ടാമതൊന്നും ആലോചിക്കില്ല എന്നെനിക്കറിയാം. ദിയ, അവളെ മനഃപൂർവ്വം ഉപദ്രവിക്കാനായിട്ടല്ലേ നീ അവന്മാരെ അവളുടെ മുറിയിലേക്ക് അയച്ചത്? ഞാൻ പറഞ്ഞിട്ട് എന്താ നിങ്ങൾ വിശ്വസിക്കാത്തെ? എനിക്കൊന്നും അറിയില്ല. സുധയുടെയും കൃഷ്ണകുമാറിന്റെയും കണ്ണുകളിലേക്ക് നോക്കി ദിയ പറഞ്ഞു. അവൾക്ക് 20 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവളുടെ പ്രവൃത്തികൾ ഏറ്റവും പരിചയസമ്പന്നരായ കുറ്റവാളികളെ പോലും ലജ്ജിപ്പിക്കാൻ പോന്നതായിരുന്നു. ദീക്ഷയെ ആക്രമിക്കാൻ വന്ന ആ 4 പേരെയും ദിയ തന്നെയാണ് തന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചത്. അതായിരുന്നു സത്യം. കാരണം കുറച്ചു ദിവസം മുൻപ് ദീക്ഷയുടെ ജീവിതം നശിപ്പിക്കാനുള്ള അവളുടെ ഉദ്ദേശം ഒരു സ്വപ്നം മാത്രമായി അവശേഷിച്ചു. അന്ന് പരാജയപ്പെട്ട തന്റെ ഉദ്ദേശം നടത്താനാണ് അവൾ രാഘവനെയും കൂട്ടരെയും വിളിച്ചു വരുത്തിയത്. രാഘവന് അവളോട് മുമ്പേ ദേഷ്യമുള്ളതല്ലേ, അതായിരിക്കും അവൻ വന്നത്. ദിയയുടെ അമ്മ സുധ ഈ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ മഠത്തിൽ കുടുംബമായിട്ട് നമ്മളൊരു ബന്ധമുണ്ടാക്കുന്നതിന് മുമ്പേ നീ അത് തകർത്തു കളയോ മോളെ? സുധ ദിയയോട് ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ലമ്മേ. അല്ലെങ്കിലും വികൃതനായ ആ വിക്രമിനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നേ? പരാശ്രയമില്ലാതെ നടക്കാൻ പോലും അവനെ കൊണ്ടാവില്ല, പിന്നെ എന്താ? ദിയ നിഷ്കളങ്കമായ അമ്മയെ നോക്കി. ദീക്ഷയെ മാനഹാനി ചെയ്യാൻ മുതിർന്ന 4 പേരുടെയും ജനനേന്ദ്രിയം വിക്രം മറുത്തുമാറ്റിയ വിവരം ദിയ ആ നിമിഷം വരെ അറിഞ്ഞിരുന്നില്ല. നിന്റെ ഈ സംസാരം വിക്രമിന്റെ ചെവിയിലെങ്ങാൻ എത്തിയാലുണ്ടല്ലോ, നമ്മളെ 3 പേരെ അവൻ വെച്ചേക്കില്ല. സൂക്ഷിച്ചു നിന്നാ നിനക്ക് നല്ലത്. ദിയ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. ആ സമയം വിക്രമിനൊരു ഫോൺ കോൾ വന്നു. ഹലോ ബേബി, നീ എവിടെയാ? അതൊരു പെൺകുട്ടിയായിരുന്നു. ഇങ്ങോട്ടെന്നെ വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. കാര്യം പറഞ്ഞാ എന്താ തലേ കയറില്ലേ നിനക്ക്? അവൻ അവളോട് പറഞ്ഞു. നീ പറഞ്ഞതൊക്കെ നന്നായിട്ട് എന്റെ തലേ കയറിയതുകൊണ്ടാ ഞാനിപ്പൊ നിന്നെ വിളിച്ചത്. സത്യം പറഞ്ഞാ നീ പറയുന്നത് മാത്രമല്ലേ ഇപ്പൊ എന്റെ തലയിലുള്ളത്. എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നടാ. അതുകൊണ്ട് വിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ ലവ് യു. അവള് പറഞ്ഞത് കേട്ട് വിക്രം പെട്ടെന്ന് ശാന്തനായി. അവൻ മൃദുവായി അവളോട് പറഞ്ഞു, ഐ ലവ് യു ടു. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, നമുക്കൊരു ഡ്രൈവ് പോയാലോ? കുറച്ച് സമയം ഒരുമിച്ചിരിക്കാലോ? അവള് പ്രണയാർദ്രമായി അവനോട് ചോദിച്ചു. ഇല്ല, ഇന്ന് നടക്കില്ല. എന്നാ വിക്രം പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ അവൾ പതിയെ പറഞ്ഞു, പ്ലീസ് കുറച്ചു സമയം മതി. അവളെ പിണക്കാൻ അയാൾക്കാവുമായിരുന്നില്ല. ശരി, വൈകിട്ട് നമ്മള് ലാസ്റ്റ് ഡേ കണ്ട അവിടെ തന്നെ കാണാം. ഇത് പറഞ്ഞ് വിക്രം കോൾ കട്ട് ചെയ്തു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മധു ധൈര്യം സംഭരിച്ച് വിക്രമിനോട് ചോദിച്ചു, സാറേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? വിക്രം എന്താണെന്നർത്ഥത്തിൽ ഒന്ന് മൂളി. മധു തുടർന്നു, ഈ മേഡത്തെക്കാൾ ദീക്ഷ മേഡവുമായിട്ടാണ് സാറിന് ജോഡി പൊരുത്തം. വിക്രം അയാളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ജോഡി പൊരുത്തത്തിലൊന്നുമല്ല മധു കാര്യം. ഇവൾ എനിക്കെന്റെ ജീവിതം തിരിച്ചു തന്നവളാ. ആ കടപ്പാട് എനിക്കെത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവളുമായിട്ടുള്ള ജോഡി പൊരുത്തമൊക്കെ മതി എനിക്ക്. പക്ഷെ സാറേ, ദീക്ഷ മേഡമാണ് മഠത്തിലെ കുടുംബത്തിലെ മരുമകളാവാനുള്ള യോഗ്യതയൊക്കെയുള്ള പെൺകുട്ടി. അതുകൊണ്ട് പറഞ്ഞതാ. മധു പറഞ്ഞു. താൻ അവിടെ ഇവിടെ നോക്കാതെ ശ്രദ്ധിച്ചൊന്നു വണ്ടി ഓടിക്ക്. മധു പിന്നീടൊന്നും ചോദിച്ചില്ല. അവർ മാർക്കറ്റിലെത്തി. മധു കാറിന്റെ കീ വിക്രമിനെ ഏൽപ്പിച്ചു. എന്നിട്ട് അവിടെ നിന്നും പോയി. വിക്രം അവന്റെ മാസ്ക് അഴിച്ച് ഫോൺ എടുത്തു. ഞാനിവിടെ എത്തിയിട്ടുണ്ട്, നീ എവിടെ? അവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പെൺകുട്ടി അവിടേക്ക് വന്നു. അത് ദിയയായിരുന്നു. അവളായിരുന്നു അവൻ സംസാരിച്ച അവന്റെ ആ കാമുകി. വിക്രം താൻ ആദ്യമായി ദിയയെക്കുറിച്ച് തന്റെ സെക്രട്ടറി മാധവനോട് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു. ദിയാന്ന ആ കുട്ടിയുടെ പേര്. സാറിന്റെ മോതിരം അവളുടെ ആ കയ്യിൽ ഞാൻ കണ്ടതാ. ചോദിച്ചപ്പോ ഹോട്ടൽ മുറിയിൽ നിന്നും കിട്ടിയതാന്ന് അവള് സമ്മതിക്കുകയും ചെയ്തു. അവൾ ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന കുട്ടിയല്ല.
അപ്പൊ പിന്നെ സാറിന് അന്ന് രാത്രി രക്ഷിച്ചത് അവള് തന്നെയായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാ. മാധവ് പറഞ്ഞത് കേട്ടപ്പോൾ അന്ന് രാത്രി മുറിയിലുണ്ടായിരുന്നത് ദിയ തന്നെയാണെന്ന് വിക്രമും ഉറപ്പിച്ചു. ഇതിനു ശേഷമാണ് വിക്രമിന്റെ പ്രപ്പോസലുമായി അവന്റെ അമ്മ ഇന്ദ്രജ മാളിയേക്കൽ വീട്ടിൽ ചെല്ലുന്നത്. എന്നാൽ വിരൂപനും വികലാംഗനുമാണ് വിക്രം എന്നറിഞ്ഞപ്പോൾ കൃഷ്ണകുമാറും സുധയും ദിയയ്ക്ക് പകരം ദീക്ഷയുമായിട്ടുള്ള ബന്ധം മുന്നോട്ടുവച്ചു. അവരത് ഉറപ്പിച്ചു. വിക്രം തകർന്നുപോയി. അമ്മയെ ആവുന്നത്ര പറഞ്ഞു മനസ്സിലാക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷെ തന്റെ ഏക മകന് മുന്നിൽ അവരൊരു പ്രതിജ്ഞ ചെയ്തു. ശരി, എങ്കിലും നീ ദീക്ഷയെ കല്യാണം കഴിക്കണ്ട. എന്റെ വംശം നിലനിർത്തും വേണ്ട. ഞാൻ ഉറപ്പിച്ച വിവാഹത്തിന്ന് നീ പിന്മാറിക്കോ. പക്ഷേ പിന്നെ നീ കാണുന്നത് ഈ എന്റെ ശവമായിരിക്കും. ആരെയും ഭയക്കാത്ത വിക്രമിന് അവന്റെ അമ്മയുടെ ആ വാക്കുകൾ കേട്ട് ഭയം തോന്നി. അത്രയ്ക്ക് ജീവനായിരുന്നു വിക്രമിന് അമ്മയെ. വിക്രം വിവാഹത്തിന് സമ്മതിച്ചു. എന്നാൽ ദിയയോടുള്ള കടപ്പാടിനാൽ അവൻ അവൾക്കു മുൻപിൽ സ്വന്തം രൂപത്തിൽ തന്നെ ചെല്ലാനായി ആഗ്രഹിച്ചു. മിഥുൻ എന്ന കള്ളപ്പേരിൽ വിക്രം അവളെ പരിചയപ്പെട്ടു. തമ്മിൽ കണ്ടതും അവർ പ്രണയബദ്ധരായി. ഇവിടെ ദീക്ഷ തന്റെ ജോലിസ്ഥലത്തെത്തി. ഒരു മെഡിക്കൽ ക്ലിനിക്കിലായിരുന്നു ദീക്ഷയ്ക്ക് ജോലി. അവളെ കണ്ടതും മാനേജർ ചോദിച്ചു, അല്ല ദീക്ഷ, ഒരാഴ്ചത്തെ ലീവല്ലേ എടുത്തത്? 10,000 രൂപ മാസവരുമാനമുള്ള എനിക്ക് 7 ദിവസത്തെ സാലറി കട്ടായ പിന്നെ എന്താ മിച്ചം ഉണ്ടാവുക? അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു. ദീക്ഷയുടെ മറുപടി കേട്ട് മാനേജർ പിന്നെ ഒന്നും പറഞ്ഞില്ല. ദീക്ഷ തന്റെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു. കടയുടെ പുറത്ത് പ്രമോഷണൽ ആക്ടിവിറ്റിക്കായി ചില ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. അന്നത്തെ ദിവസം വൈകിട്ട് നടക്കുന്ന പരിപാടിയുടെ ഉത്തരവാദിത്തം ദീക്ഷയ്ക്കായിരുന്നു. അവൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങളിൽ മുഴുകി. പെട്ടെന്ന് ദിയയുടെ ശബ്ദം അവൾ അവിടെ കേട്ടു. ദീക്ഷേച്ചി, ഇതെന്താ ഇവിടെ? ഇവിടേക്ക് വന്ന് ജോലി ചെയ്യാനും മാത്രം ദരിദ്രനായോ ചേച്ചിയുടെ ഭർത്താവ്? അതോ ഇനി ഭർത്താവിന്റെ മുഖം കാണുമ്പോ അറപ്പ് തോന്നിയിട്ട് ഓടിപ്പോന്നതാണോ? ദിയയുടെ പരിഹാസം കേട്ട് ദീക്ഷയ്ക്ക് നന്നേ ദേഷ്യം വന്നു. വെറുതെ സംസാരിക്കാൻ നിൽക്കണ്ട ദിയ, നീ നിന്റെ കാര്യം നോക്കിപ്പോക്കോ. എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ഇത് കേട്ട ദിയ തന്റെ കൂടെ വന്ന ആളെ നോക്കി പറഞ്ഞു, കണ്ടോ മിഥുൻ, എന്റെ ചേച്ചിയുടെ ദേഷ്യം കണ്ടോ? ഇവളുടെ ലൈഫില് എത്ര ചെറുക്കന്മാരെ വന്നു പോകുന്നെന്ന് ഇവൾക്ക് തന്നെ ഒരു കയ്യും കണക്കൂല. അവളുടെ ബോയ്ഫ്രണ്ടിനൊപ്പമാണ് ദിയ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ദീക്ഷ അതാരാണെന്നറിയാനായി വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ദീക്ഷ കണ്ടത് വിക്രമിനെയായിരുന്നു. അപ്രതീക്ഷിതമായി ദീക്ഷയെ കണ്ട വിക്രം ആദ്യമൊന്നു പതറി. പിന്നീട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ദീക്ഷയ്ക്ക് നേരെ കൈനീട്ടി. ഹലോ ദീക്ഷ, ഞാൻ മിഥുൻ, ദിയയുടെ ബോയ്ഫ്രണ്ടാ. ഗ്ലാഡ് ടു മീറ്റ് യു. വിക്രമിന്റെ നാടകം കണ്ട് ദീക്ഷയ്ക്ക് ദേഷ്യം വന്നു. പക്ഷേ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവളും ചിരിച്ചെന്ന് വരുത്തി അയാൾക്ക് നേരെ കൈനീട്ടി പറഞ്ഞു, ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു ടു. ദിയ വീണ്ടും കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ശരിക്കും ഗ്ലാഡ് തന്നെയാണോ? അല്ല, മുഖത്ത് നല്ല അസൂയ കാണുന്നുണ്ടല്ലോ. ഇനി പറഞ്ഞില്ലാന്ന് വേണ്ട, ഒരു 100 ദിവസം കഴിഞ്ഞാ ഞങ്ങളുടെ കല്യാണ. ദീക്ഷയ്ക്ക് ഇപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. താനുമായിട്ടുള്ള 100 ദിവസത്തെ മാരേജ് കോൺട്രാക്ട് തീർന്നതിനു ശേഷം ദിയയെ വിവാഹം ചെയ്യാനാണ് വിക്രമിന്റെ പ്ലാൻ എന്നവൾ ഊഹിച്ചു. ദിയ വീണ്ടും പറഞ്ഞു, എന്നാ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു സിനിമ, അങ്ങനെയൊക്കെ ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ. ചേച്ചി ഇവിടെ ഈ നശിച്ച സ്റ്റോറും ജീവിതവും ഒന്ന് ബാലൻസ് ചെയ്യ. കുത്തി നോവിക്കാവുന്നതിനപ്പുറവും നോവിച്ച് ദിയ വിക്രമിനെയും കൂട്ടി അവിടെ നിന്നും പോകാനൊരുങ്ങി. അതേസമയം ദീക്ഷ ആരോ തന്നെ വിളിക്കുന്നത് കേട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ശ്യാമായിരുന്നു അത്. ആ ക്ലിനിക്കിലെ ഡോക്ടറായിരുന്നു ശ്യാം. ദീക്ഷയെ കണ്ടതും ശ്യാം പറഞ്ഞു, ദീക്ഷ, ഐ ലവ് യു. ശ്യാമിന് ദീക്ഷയോട് കുറേ നാളായിട്ടുള്ള പ്രണയമാണ്. അവൾ വിവാഹിതയായ കാര്യം അയാൾക്കറിയില്ലായിരുന്നു. ഈ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു ശ്യാം. തന്റെ മനസ്സിലെ ഇഷ്ടം അയാൾ ദീക്ഷയോട് തുറന്നു പറഞ്ഞു. ദീക്ഷ അയാളെ പകച്ചു നോക്കി. ശ്യാമിന്റെ പ്രപ്പോസൽ കേട്ട് വിക്രം ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി.
അത് കണ്ട് ദിയ അയാളോട് പറഞ്ഞു, ഹേയ്, ഇതൊന്നും കാര്യാക്കണ്ട. എന്റെ ചേച്ചി ഇങ്ങനെയാ. ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സ് മാറുന്ന ലാഘവത്തിലാണ് ആണുങ്ങളെ മാറ്റുക. മിഥുൻ, വാ. പിന്നെയും എന്തൊക്കെയോ പറയാൻ തുനിഞ്ഞ ദിയയെ വിക്രം രൂക്ഷമായി നോക്കി. താൻ പറയുന്നത് അയാൾക്കിഷ്ടമാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ദിയ പിന്നീടൊന്നും പറയാൻ നിന്നില്ല. മറുവശത്ത് ശ്യാമിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പാടുപെടുകയായിരുന്നു ദീക്ഷ. പ്ലീസ് ശ്യാം, എന്തിനീ ഡ്രാമ? ഡ്രാമയല്ല ദീക്ഷ. ഐ റിയലി ലവ് യു. അത് നിനക്കും അറിയാവുന്നതല്ലേ? ശ്യാം പറഞ്ഞു. നിന്നെ ഞാൻ ഒരിക്കലും ആ കണ്ണിലൂടെ കണ്ടിട്ടില്ല. അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? ദീക്ഷയുടെ മറുപടി കേട്ട് ശ്യാമിന്റെ മുഖം വാടി. പക്ഷേ അതേ മറുപടിയിൽ ആശ്വാസം തോന്നിയ ഒരാൾ കൂടി അപ്പുറത്തുണ്ടായിരുന്നു, വിക്രം. അയാൾ സാവധാനം തന്റെ കാറിലേക്ക് കയറി. അതേസമയം ജോലി കഴിഞ്ഞ് ഇറങ്ങാറായ ദീക്ഷയെ ഡ്രോപ്പ് ചെയ്യാമെന്ന് ശ്യാം പറഞ്ഞു. ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് അവൾ അത് സമ്മതിച്ചു. ദീക്ഷ ശ്യാമിന്റെ കാറിൽ കയറി. ഇത് തന്റെ കാറിലിരുന്ന് കണ്ട വിക്രമിന് ദേഷ്യം സഹിക്കാനായില്ല. ദിയയോട് കാരണം പോലും പറയാതെ അവിടെ നിന്നും ഇറങ്ങാൻ പറഞ്ഞ് ധൃതിയിൽ അയാൾ കാറുമായി മുന്നോട്ടു പോയി. ഇത്തരത്തിൽ പെട്ടെന്നുള്ള പോക്ക് പതിവായതിനാൽ ദിയ അതിനെ വേറെ രീതിയിൽ ഒന്നും തന്നെ എടുത്തില്ല. വിക്രം ശ്യാമിന്റെ കാറിന് പിന്നാലെ പാഞ്ഞു. അടുത്തെത്തിയപ്പോൾ ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തി. ശ്യാം പരിഭ്രമിച്ച് കാറ് ചവിട്ടി നിർത്താൻ ശ്രമിച്ചു. പെട്ടെന്നായതിനാൽ ബ്രേക്ക് കിട്ടാതെ അത് വിക്രമിന്റെ കാറിൽ ചെന്നിടിച്ചു. ശ്യാം ആകെ പേടിച്ചു. അയ്യോ, ഈ എക്സ്പെൻസീവായ കാറിന് വല്ല പോറലുമേറ്റ ഞാൻ എവിടെ നിന്നെടുത്ത് നഷ്ടപരിഹാരം കൊടുക്കൂ? ഇതാരുടെ കാറാണാവോ? അത് കേട്ട ദീക്ഷ നിർവികാരയായി പറഞ്ഞു, അത് ദിയയുടെ ബോയ്ഫ്രണ്ടിന്റെയാ. അയാളെന്തിനാ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നത്? ശ്യാം സംശയത്തോടുകൂടി കാറിന് നേരെ ദേഷ്യത്തിൽ നടന്നു വന്ന വിക്രമിനെ നോക്കി. വിക്രം കാറിന്റെ നേരെ കുതിച്ചു വന്നു. ദീക്ഷ ഇരുന്ന ഭാഗത്തെ ഡോറ് തുറന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ഇറങ്ങിപ്പോയി എന്റെ കാറിൽ കയറാൻ നോക്ക്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ശ്യാം ദീക്ഷയെ നോക്കി. സാഹചര്യം കൂടുതൽ വഷളാക്കണ്ട എന്ന് കരുതി മറുത്തൊന്നും പറയാതെ ദീക്ഷ പതുക്കെ വിക്രമിന്റെ കാറിൽ ചെന്നിരുന്നു. കാറിൽ തിരിച്ചു വന്ന് കയറിയ ഉടനെ അയാൾ ദീക്ഷയോട് കയർത്തു. എന്താ ഇതൊക്കെ? വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഒരു അന്യപുരുഷനൊപ്പം കറങ്ങി നടക്കാൻ നാണാവുന്നില്ലേ നിനക്ക്? ഞാനെന്തിനു നാണിക്കണം? വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം നിങ്ങൾക്കൊരു അന്യ സ്ത്രീയുടെ കൂടെ ചുറ്റിക്കറങ്ങാന്നുണ്ടെങ്കില് പിന്നെ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? ദീക്ഷ നിർവികാരയായി പറഞ്ഞു. നമ്മുടെ വിവാഹ ഉടമ്പടി പ്രകാരം ഞാനല്ലാതെ വേറെ ഒരാളുമായിട്ടും നിനക്കൊരു ബന്ധവും പാടില്ല, മനസ്സിലായോ? വിക്രം വീണ്ടും ദേഷ്യപ്പെട്ടു. സൈൻ ചെയ്യുന്നതിന് മുന്നേ ആ കരാറൊന്നും വായിച്ചു നോക്കിയില്ലല്ലോ എന്നോർത്ത് അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. ഇനി വേറൊന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കി ദീക്ഷ ഒന്നും മിണ്ടാതെയിരുന്നു. വിക്രം ദീക്ഷയുമായി തന്റെ വീട്ടിലേക്ക് പോയി. വീടെത്തിക്കഴിഞ്ഞിട്ടും തിരിച്ച് വീൽചെയറിലേക്കും മുഖത്തിടുന്ന വൈരൂപ്യം നിറഞ്ഞ മാസ്കിലേക്കും കേറാതെ നിൽക്കുന്ന വിക്രമിനെ ദീക്ഷ പകപ്പോടെ തന്നെ നോക്കി. തിരിച്ചുള്ള അയാളുടെ അതിരൂക്ഷമായ നോട്ടത്തിൽ അതിനുള്ള ഉത്തരവും അവൾ കണ്ടെത്തി. ഇനി അയാൾ അവളിൽ നിന്നും എന്ത് മറയ്ക്കാൻ? മഠത്തിൽ വീട്ടിലെത്തിയ ദീക്ഷ മുറിയിലേക്ക് ചെന്നു. എന്നാൽ മധു മുറിക്കകത്ത് കയറാനാവാത്ത വിധം മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അവളെ തടഞ്ഞിട്ട് പറഞ്ഞു, ഈ മുറിക്കകത്തേക്ക് മാഡം കയറരുതെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. മധുവിന്റെ മട്ടും ഭാവവും കണ്ട് ദീക്ഷയ്ക്ക് ചിരി വന്നു. അവൾ പരിഹാസത്തോടെ ചോദിച്ചു, ശരി, കയറുന്നില്ല. ഇതുപോലുള്ളൊരു മുരടന്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്കുള്ള റൂം നിങ്ങളൊന്ന് കാണിച്ചു തരാമോ? മധു ദീക്ഷയെ ഭംഗിയായി അലങ്കരിച്ച മറ്റൊരു വിശാലമായ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവളുടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് അവൾ ഒന്ന് കുളിച്ച് ഫ്രഷായി. ബാത്റൂമിൽ നിന്നും തിരിച്ചിറങ്ങിയപ്പോൾ മുന്നിലായി വിക്രം നിൽക്കുന്നു. ഒരിക്കൽ കൂടി അവർ പരസ്പരം അടുത്തു വന്നു. രണ്ടുപേരും പറഞ്ഞറിയിക്കാനാവാത്ത വിധം പരസ്പരം ആകൃഷ്ടരാകുന്നത് അവരിരുവരും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എന്നാൽ ദീക്ഷ പതുക്കെ മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞു.
പെട്ടെന്ന് തറയിലെ വെള്ളത്തിൽ കാൽ വഴുതി അവൾ വീഴാൻ പോയി. വിക്രം പെട്ടെന്ന് അവളെ തന്റെ കൈകളിൽ താങ്ങി. അവർ പരസ്പരം നോക്കി. ആ ഗന്ധം വീണ്ടും അവനെ മത്തുപിടിപ്പിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ അവളെ ചുംബിക്കാൻ എന്ന പോലെ അടുത്തേക്ക് പോയി. അവൾ കണ്ണടച്ചു. പെട്ടെന്ന് അവൻ അവനെ തന്നെ കൺട്രോൾ ചെയ്തു. അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു. ദീക്ഷ ഞെട്ടിപ്പോയി. നിന്റെ പിന്നാലെ നടക്കുന്ന മറ്റാണുങ്ങളെ പോലെ ഞാനൊന്നും നീ വിചാരിച്ചോ? എന്നെ അങ്ങനെ കൊടുക്കാനൊന്നും നോക്കണ്ട. അതും പറഞ്ഞ് വിക്രം അവിടെ നിന്നും പോയി. ദീക്ഷയ്ക്ക് ദേഷ്യം വന്നു. അവന് തിരിച്ചു മറുപടി കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ വെറും 100 ദിവസത്തെ ബന്ധം മാത്രം വെക്കാനുള്ള ഇയാളുമായിട്ട് ഞാൻ എന്തിനു തർക്കിക്കണം? വർഷങ്ങളോളം സ്വന്തം വീട്ടിൽ ദുരിത ജീവിതം നയിച്ച തനിക്ക് ഈ 100 ദിവസം ഈ വീട്ടിൽ താമസിക്കാനാണോ ബുദ്ധിമുട്ട്? അവള് കണ്ണടച്ചു കിടന്നു. അടുത്ത ദിവസം രാവിലെ ദീക്ഷ തന്റെ ഫ്രണ്ട് ശാലിനിയോടൊപ്പം അവിടുത്തെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലായ ഹോട്ടൽ പേൾ വ്യൂവിലെത്തി. ദീക്ഷ ആദ്യമായിട്ടാണ് അങ്ങനൊരു ഹോട്ടലിൽ വരുന്നത്. നീ കൊണ്ടുവന്നില്ലായിരുന്നെങ്കില് ഇങ്ങനെയുള്ള ഹോട്ടലിലൊന്നും ഞാൻ കയറില്ലായിരുന്നടി. ദീക്ഷ ശാലിനിയെ നോക്കി നന്ദിയോടെ പറഞ്ഞു. ഇന്നെന്റെ പിറന്നാളാടി, അതുകൊണ്ട് തന്നെ ഡാഡിയുടെ കയ്യിൽ നിന്ന് നല്ല ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അതാ ഈ ട്രീറ്റ്. ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഹോട്ടലിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവർ അവിടെ ഒരു ടേബിളിന്റെ അടുത്തേക്ക് പോയി. അവിടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും മറുവശത്തായി തിരിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ശാലിനി അവരുടെ അടുത്തേക്ക് ചെന്നു. എക്സ്ക്യൂസ് മീ, ഈ ചെയർ ഞാനൊന്ന് എടുത്തോട്ടെ? അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ദീക്ഷ അവരുടെ മുഖം കണ്ടത്. നിഖില, പ്രണവ്. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ദീക്ഷയുടെ കസിൻ സിസ്റ്ററാണ് നിഖില. പ്രണവും ദീക്ഷയുമായിട്ടുള്ള വിവാഹം മുമ്പ് ഉറപ്പിച്ചതായിരുന്നു. അവൾ അവനെ അന്ധമായി വിശ്വസിച്ചു. എന്നാൽ വിവാഹത്തിന് കുറച്ചു ദിവസം മുമ്പ് നിഖിലയുമായിട്ടുള്ള പ്രണവിന്റെ പ്രണയം ദീക്ഷ കൈയോടെ പിടിച്ചു. അതോടുകൂടി ആ വിവാഹം മുടങ്ങി. പിന്നീട് ദീക്ഷ ഒരിക്കലും ഇവരെ കണ്ടിട്ടില്ലായിരുന്നു. താനെന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വരാറുള്ളതാ. നിന്നെ പോലുള്ളവരൊക്കെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? നിഖില പരിഹാസത്തോടുകൂടെ ചോദിച്ചു. അത് കേട്ടതും ദീക്ഷയ്ക്ക് നല്ല ദേഷ്യം തോന്നി. അതൊക്കെ പോട്ടെ, മറ്റുള്ളവരെ ഉപേക്ഷിച്ചത് മാത്രം ഉപയോഗിക്കുന്ന നിന്റെ ഈ ശീലമുണ്ടല്ലോ, അത് നിനക്ക് ഇനിയും നിർത്താനായിട്ടില്ലല്ലേ? ദീക്ഷ അവരെ നോക്കി കളിയാക്കിക്കൊണ്ടു പറഞ്ഞു. എടീ, നിന്നെ ഞാൻ... നിഖില കൈ ഓങ്ങിക്കൊണ്ട് എഴുന്നേറ്റു. അവർ തമ്മിൽ അവിടെ ഒരു വാക്ക് തർക്കമുണ്ടായി. അത് കേട്ട് ഹോട്ടലിലെ മാനേജർ സുന്ദർ അങ്ങോട്ടേക്ക് വന്നു. മാഡം, എന്തേലും പ്രോബ്ലം? ഇത് ഞങ്ങള് റിസർവ് ചെയ്ത ടേബിളാ. ഇവരിവിടെ വന്ന് വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നിഖില പറഞ്ഞു. മാഡം, ഇവര് ഞങ്ങളുടെ റെഗുലർ കസ്റ്റമേഴ്സാണ്. അവര് ഇവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള സീറ്റാ ഇത്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇരിക്കാലോ, പ്ലീസ് മാഡം. സുന്ദർ ദീക്ഷയോടും ശാലിനിയോടുമായി പറഞ്ഞു. അതെന്താ, ഞങ്ങൾക്ക് ഇവരുടെ അടുത്തിരിക്കാൻ പാടില്ലേ? ഇവരാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ശാലിനി പറഞ്ഞു. റെഗുലർ കസ്റ്റമേഴ്സായ നിഖിലയെയും പ്രണവിനെയും പിണക്കേണ്ടെന്ന് സുന്ദർ വിചാരിച്ചു. സെക്യൂരിറ്റി! സുന്ദർ ഉറക്കെ വിളിച്ചു. സെക്യൂരിറ്റി ദീക്ഷയുടെ അടുത്തേക്ക് ഓടിയെത്തിയതും അവിടെ ഒരു ശബ്ദം കേട്ടു. എന്താ ഇവിടെ നടക്കുന്നത്? ഈ ശബ്ദം വിക്രമിന്റേതായിരുന്നു. സുന്ദറും സെക്യൂരിറ്റിയുമെല്ലാം വിക്രമിനെ കണ്ടയുടൻ നേരെ നിന്നുകൊണ്ട് അഭിവാദ്യം ചെയ്യാൻ തുടങ്ങി. അവരുടെ സംസാരം കേട്ട ദീക്ഷയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ റെസ്റ്റോറന്റ് വിക്രമിന്റേതാണെന്ന്. ദിയയും കൂടെയുണ്ടായിരുന്നു. ദിയയെ കണ്ടപ്പോൾ ദേഷ്യം തോന്നിയെങ്കിലും വിക്രമിനെ കണ്ടപ്പോൾ ദീക്ഷയ്ക്ക് ഒരാശ്വാസം തോന്നി. ശാലിനി വിക്രമിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യങ്ങൾ അറിഞ്ഞ വിക്രം സുന്ദറിനെ അടുത്തേക്ക് വിളിച്ചു. കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയാണോടോ പെരുമാറുന്നത്? സാർ, അത് പിന്നെ അവരിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാ. അവർക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ... സുന്ദർ പറഞ്ഞു നിർത്തി. വിക്രമിന് ദേഷ്യം വന്നു. ഇപ്പൊ പൊക്കോണം ഇവിടുന്ന്, നിന്നെവിടുന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. സുന്ദർ ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ മിഥുൻ? നിഖിലയും എന്റെ സഹോദരി തന്നെയാ.
എന്തിനാ അയാളെ പറഞ്ഞയച്ചത്? ദിയ പറഞ്ഞത് കേട്ട് വിക്രം ദേഷ്യത്തോടെ അവളെ നോക്കി. അവൾ പിന്നെ ഒന്നും സംസാരിക്കാനായി നിന്നില്ല. വിക്രം അവിടുത്തെ ഒരു സീനിയർ വെയിറ്ററെ അടുത്തേക്ക് വിളിച്ചു. ഇന്നു മുതല് നീ അവിടുത്തെ മാനേജർ. ഓർക്ക, ഇവിടുത്തെ നിയമങ്ങൾ എല്ലാവർക്കും തുല്യാണ്. ഏതെങ്കിലും സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ പോലും അപമര്യാദയായിട്ട് പെരുമാറിയ അവരെ പുറത്താക്കുക. സീനിയർ വെയിറ്റർ സമ്മതിച്ചു. അയാളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അത് പറഞ്ഞ് വിക്രം അവിടെ നിന്നും പോയി. ദീക്ഷയ്ക്കും ശാലിനിക്കും ഒരുപാട് സന്തോഷം തോന്നി. പുതിയ മാനേജർ പറഞ്ഞത് പ്രകാരം നിഖിലയും പ്രണവും അവിടെ നിന്നും പോയി. ദീക്ഷയും ശാലിനിയും ഭക്ഷണം കഴിക്കാനിരുന്നു. ദീക്ഷ ഭക്ഷണം കഴിഞ്ഞെഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഒറ്റയ്ക്ക് നടന്നു. എന്നാൽ പ്രണവ് അവിടെ ഒളിച്ചു നിൽക്കുന്നത് ദീക്ഷ അറിഞ്ഞിരുന്നില്ല. അവൻ അവളെ ബലമായി കയറി പിടിച്ചു. അവൾ ആകെ ഷോക്കായി. പെട്ടെന്ന് പ്രണവിന്റെ മുഖത്ത് ആരോ ശക്തിയായി അടിച്ചു. അവൻ തറയിലേക്ക് വീണുപോയി. തന്നെ അടിച്ചതാരാണെന്നറിയാൻ അവൻ മെല്ലെ തല പൊക്കി നോക്കി. അത് വിക്രമായിരുന്നു. വിക്രം വീണ്ടും അവനെ ചവിട്ടാനായി കാലുയർത്തി. എന്നാൽ ദീക്ഷ അവനെ തടഞ്ഞു. ആ കിട്ടിയ അവസരം കൊണ്ട് പ്രണവ് ഓടി രക്ഷപ്പെട്ടു. അവന്റെ വായിൽ നിന്നെല്ലാം ചോര വരുന്നുണ്ടായിരുന്നു. ദീക്ഷ വിക്രമിനെ നോക്കി. വീണ്ടും തന്റെ ജീവൻ രക്ഷിച്ച അവനോട് നന്ദി പറയണോ എന്ന് അവൾ ഒരു നിമിഷം ആലോചിച്ചു. അപ്പോഴാണ് ദിയ അങ്ങോട്ടേക്ക് കയറി വന്നത്. നിനക്ക് നാണമില്ലേ എന്റെ മിഥുന്റെ കൂടെ നിൽക്കാൻ? ഞാൻ നിന്റെ ഭർത്താവിനോട് ഇതൊക്കെ പറയും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. ദിയയുടെ സംസാരം ദീക്ഷയെ ദേഷ്യം പിടിപ്പിച്ചു. എന്നാലേ നിന്റെ ഫോണില് നീ ഇതും കൂടി റെക്കോർഡ് ചെയ്ത് അങ്ങോട്ടേക്കൊന്ന് അയച്ചു കൊടുത്തേക്ക്. അവൾ വിക്രമിന്റെ അടുത്തേക്ക് ചെന്ന് ദിയ ഇത് കണ്ട് ആകെ കണ്ണ് തള്ളി നിന്നു. ദിയയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയായി. ഈ മിഥുൻ എന്താ അവളെ തടയാത്തത്? അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. മിഥുൻ! അവൾ മിഥുനെ ഉറക്കെ വിളിച്ചു. അവൻ ആകെ ഞെട്ടിപ്പോയി. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് പോലും അവൻ മറന്നുപോയി. ദീക്ഷയുടെ ആ ഗന്ധത്തിൽ മതിമറന്ന് അവൻ നിന്നുപോയിരുന്നു. എന്താ ഇവിടെ സംഭവിച്ചത്? ദിയ പെട്ടെന്ന് മിഥുനെ പിടിച്ചു വലിച്ചു. രൂക്ഷമായിട്ടൊന്ന് നോക്കിയ ശേഷം അവൾ അവനെ വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ദീക്ഷ അത് നോക്കി പുച്ഛഭാവത്തിൽ നിന്നു. ശാലിനി ഇതെല്ലാം കണ്ട് അവിടേക്ക് ഓടിവന്നു. ദീക്ഷ, എന്താ നീ ചെയ്തത്? നീ എന്തിനാ അവളുടെ കാമുകന് ഉമ്മ വയ്ക്കാൻ പോയത്? അവളെങ്ങാനും നിന്റെ ഭർത്താവിന് ഈ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുത്തിരുന്നെങ്കിലോ? ദീക്ഷ ഒന്ന് ചിരിച്ചു. ഭർത്താവ്, എന്റെ ഭർത്താവിന് തന്നെയാണ് ഞാൻ ചുംബിച്ചതെന്ന് ഇവൾക്കറിയില്ലല്ലോ. അവൾ ശാലിനിയോട് പറഞ്ഞു. നീ എന്താ ഈ പറയുന്നത് ദീക്ഷ? അതൊക്കെയുണ്ട്. എന്തായാലും നിന്റെ ബർത്ത്ഡേ പാർട്ടി കൊള്ളായല്ലേ? നമുക്ക് വേറൊരു ദിവസം ഒന്നുകൂടെ കൂടാം. നിനക്കിപ്പോ അതാ ചിന്ത. എന്തായാലും വാ, നമുക്ക് പോവാം. ശാലിനി അവളെയും കൂട്ടി പുറത്തേക്ക് പോയി. ശരി, എന്നാ നമുക്ക് പിന്നെ കാണാം. ഞാൻ പോട്ടെ. ശാലിനി ദീക്ഷയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവിടെ നിന്നും ഒരു ഓട്ടോയിൽ കയറിപ്പോയി. ദീക്ഷ അവിടുന്ന് മുമ്പോട്ട് നടന്നു. പെട്ടെന്നൊരു കാറ് വന്ന് അവളുടെ അടുത്ത് നിന്നു. അവള് പേടിച്ച് പുറകോട്ടു മാറി. അത് കൃഷ്ണകുമാർ ആയിരുന്നു. അയാൾ കാറിന്റെ ഡോറ് തുറന്നു. വാ, അകത്തേക്ക് കേറ്. അമ്മയെ കണ്ടു കിട്ടുന്നത് വരെ അച്ഛൻ പറയുന്നതെല്ലാം അനുസരിക്കേണ്ടി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ കാറിലേക്ക് കയറി. അയാൾ ഒരു ഭസ്മം നിറച്ച കലശം അവളെ കാണിച്ചു. അവൾ ഞെട്ടിപ്പോയി. അമ്മ! അവൾ പേടിച്ച് അച്ഛനെ നോക്കി. തൽക്കാലം ഇത് നിന്റെ അമ്മയല്ല. എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ നിന്റെ അമ്മയും ഇതുപോലെ ഒരു ചാരമായിട്ട് മാറും. അച്ഛൻ പറഞ്ഞത് കേട്ട് അവൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടല്ലേ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് തന്നെ. നിങ്ങൾ പറയുന്ന എല്ലാ വ്യവസ്ഥകളും ഞാൻ അംഗീകരിക്കുകയും ചെയ്തു. ഇനി എന്താണ്? നിന്നെ ഉപദ്രവിച്ചവരെ കണ്ടുപിടിക്കാൻ നിന്റെ ഭർത്താവ് ഞങ്ങൾക്ക് 24 മണിക്കൂർ അനുവദിച്ചത്. പക്ഷേ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും
അതിന് സാധിച്ചില്ല. അവൻ പറഞ്ഞ 24 മണിക്കൂർ തീരാൻ പോവുകയാണ്. അവൻ ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമെന്ന ഭയം ഞങ്ങൾക്കുണ്ട്. എന്തായാലും നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് നീ നിന്റെ ഭർത്താവിനോട് ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് പറയണം. അല്ലെങ്കിൽ പിന്നീട് നീ നിന്റെ അമ്മയെ ഒരിക്കലും കാണില്ല. അച്ഛൻ പറഞ്ഞത് കേട്ട് അവൾ ആകെ ഭയന്നു. ശരിയാണ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ അമ്മയെ കണ്ടുകിട്ടാനുള്ള അവസാന വഴിയല്ലേ ഇത്? ഞാൻ സംസാരിച്ചോളാം. ഓക്കെ, ഞങ്ങള് പറഞ്ഞതനുസരിച്ചാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ അറിയാലോ. അതും പറഞ്ഞ് അയാൾ അവളോട് കാറിൽ നിന്നിറങ്ങാൻ ആവശ്യപ്പെട്ടു. അമ്മയെ രക്ഷിക്കാൻ എന്തും ചെയ്യാൻ അവൾ തയ്യാറായിരുന്നു. ഈ ലോകത്ത് അവൾക്ക് സ്വന്തമെന്ന് പറയാൻ അമ്മ മാത്രമേയുള്ളൂ. എത്രയും പെട്ടെന്ന് വിക്രമിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. അവൾ വേഗം വീട്ടിലേക്ക് പോയി. എന്നാൽ വിക്രം അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ അമ്മയുടെ അടുത്തേക്ക് പോയി. എന്താ മോളെ, നീ വല്ലാണ്ട് പേടിച്ച പോലെയുണ്ടല്ലോ, ഇന്ദ്രജ അവളോട് ചോദിച്ചു. ഒന്നുമില്ലമ്മേ, അത് പുറത്തുനിന്ന് കേറി വന്നതുകൊണ്ട് ക്ഷീണിച്ചതാണ്. അദ്ദേഹം എവിടെയില്ലേ? ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ, അവൾ അമ്മയോട് ചോദിച്ചു. അവൻ പുറത്തു പോയിട്ട് പിന്നെ വന്നില്ലാലോ, നീ ഒന്ന് വിളിച്ചു നോക്ക്. ശരിയമ്മേ. അവൾ അവിടെ നിന്നും വന്ന് വിക്രമിനെ വിളിക്കാനായി ഫോൺ എടുത്തു. അപ്പോഴാണ് അവൾ ആലോചിച്ചത്, വിവാഹം കഴിഞ്ഞിട്ട് 2 ദിവസമായെങ്കിലും അവളുടെ കയ്യിൽ വിക്രമിന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.